ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, സെറ്റ്. എന്നാൽ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലോക്ക് ഓക്കെ ആണല്ലോ? ഗുഡ് ഈവനിങ്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയി സൗണ്ട്. ക്ലിയർ. അപ്പൊ നോക്കടാ, സോ പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്ലോക്കിന് കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സോ ശ്രദ്ധിക്കടാ, നോക്ക്. ഓക്കെ, നമുക്ക് നോർമലി നമുക്കറിയാം ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്കിൽ ഏതൊക്കെ ഹാൻഡ്സ് ഉണ്ട്? മിനിറ്റ് ഹാൻഡ് ഉണ്ട്, ഹവർ ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട് അല്ലെ? സെക്കൻഡ് ഹാൻഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം തരിക. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ഹാൻഡ്സിനെ പറ്റി നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? നോക്ക്, ഫസ്റ്റ് ഹവർ ഹാൻഡ്. ശ്രദ്ധിക്കുക, ഹവർ ഹാൻഡ്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹവർ ഹാൻഡ് 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹവർ ഹാൻഡ് 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും? നോർമലി നമ്മുടെ ഹവർ ഹാൻഡ് ഇപ്പൊ 12ന്റെ മുകളിലാന്ന് വിചാരിക്കും. ഇതിങ്ങനെ കറങ്ങി വീണ്ടും 12ലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കൂടാ? കമന്റ് ചെയ്തേ. നമ്മുടെ മിനിറ്റ് ഹാൻഡ് അല്ല, ഹവർ ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, മൊത്തം കറങ്ങി നോർമൽ സെയിം പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? ക്ലിയർ പറ. 24 മണിക്കൂറാണോ? 24 മണിക്കൂറാണോ? പറഞ്ഞോ. 24 ഹവേഴ്സ് ആണോ? ആലോചിച്ച് പറഞ്ഞോ. എല്ലാവരും കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഓരോന്നും ഇങ്ങനെ പഠിച്ചു പോവാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. എല്ലാവരും കമന്റ് ചെയ്യും. ഇപ്പൊ കാണുന്ന ആളുകൾ കമന്റ് ചെയ്യും. സിമ്പിൾ ചോദ്യം. ഇപ്പൊ ഹവർ ഹാൻഡ് 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും? 1 മണിക്കൂറാണോ? ഓരോ ഉത്തരങ്ങളാണല്ലോ വരുന്നത്. ആലോചിച്ച് പറ. എത്രയാ? എടാ നിങ്ങൾ ആലോചിക്കടാ. നോക്ക്, ഇത് ക്ലോക്ക്. നമ്മൾ ഈ ക്ലോക്കിൽ ഞാൻ മാർക്ക് ചെയ്തു 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ആരെങ്കിലും ശരി ഉത്തരം പറയുന്നുണ്ടോ? നോക്ക്, ഇപ്പൊ ഈ 12ന്റെ മുകളിലാണ് ഹവർ ഹാൻഡ് ഉള്ളത്. ഞാൻ ചോദിച്ചെന്താ, 12 1ആയി, 2ആയി, 3ആയി, 4ആയി, 5, 6, 7, 8, 9, 10 പോയെന്ന് വീണ്ടും 12ലേക്ക് എത്തണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? എടാ 12 മണിക്കൂറല്ലേ? 12 മണിക്കൂർ എടുത്തിട്ടാണ് ഹവർ ഹാൻഡ് 1 മണിക്കൂറിൽ 360 ഡിഗ്രി, മീൻസ് 12 മണിക്കൂർ കൊണ്ടാണ് 360 ഡിഗ്രി. 24 മണിക്കൂർ അല്ല. 24 മണിക്കൂർ 12 മണിക്കൂർ വരുന്നുണ്ട്. അപ്പൊ 2 തവണ 360 ഡിഗ്രി കറങ്ങുന്നുണ്ട് ഏത് 24 മണിക്കൂർ ആകുമ്പോഴത്തേക്ക്. സോ തെറ്റിക്കരുത്. അപ്പൊ 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 60 ഡിഗ്രി അല്ലേടാ? സോറി, 30 ഡിഗ്രി അല്ലേടാ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 1ലേക്ക് എത്തുന്ന സമയത്ത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഇപ്പൊ 12 മണിയാണ് സമയമെങ്കിൽ ഇങ്ങനെ വരും. ഇനി 1 മണിയാണെങ്കിൽ ഹവർ ഹാൻഡ് ഇവിടെ ഒന്നിന്റെ മേലെ എത്തിയിട്ടുണ്ടാവില്ലേ? അപ്പം ഈ ഒരു ആംഗിൾ എത്രയാന്നാ പറയുന്നത്? 30 ഡിഗ്രിയാന്നാണ് പറയുന്നത്. എത്ര ഡിഗ്രിയാടാ? 30 ഡിഗ്രിയാണ്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? എത്ര ഡിഗ്രിയാടാ? 30 ഡിഗ്രി. സോ ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പൊ മിനിറ്റ് ഹാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രി ട്രാവൽ ചെയ്യുന്ന പറയുന്നത്? സോറി, ഹവർ ഹാൻഡിന്റെ കാര്യം 30 ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് ഞാൻ മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിലോ 60 മിനിറ്റ് ആണ് എന്ത് പറയുന്നത്? 30 ഡിഗ്രി എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു മിനിറ്റില് ഹവർ ഹാൻഡ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 1/2 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 0.5 ഡിഗ്രിയാണ്. മനസ്സിലായോ? പോയിന്റ് ഓക്കെ ആണോ? ഹവർ ഹാൻഡ് ഒരു മിനിറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്? ഹാഫ് ഡിഗ്രി. എത്ര ഡിഗ്രിയാ? ഹാഫ് ഡിഗ്രി. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഹവർ ഹാൻഡ് ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാടാ? ഹാഫ് ഡിഗ്രി. എത്ര ഡിഗ്രിയാ? ഹാഫ് ഡിഗ്രി. ക്ലിയർ അല്ലേ? സോ ഇനി തെറ്റിക്കരുത് കേട്ടോ.
അപ്പൊ ഇനി 24 മണിക്കൂർ എന്നൊന്നും പറയരുത്. സിംപിളി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു മണിക്കൂറിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് 30 ഡിഗ്രി ആണെങ്കിൽ ഒരു മിനിറ്റിൽ അര ഡിഗ്രിയാണ്. 12 മണിക്കൂർ എടുത്തിട്ടാണ് 306 ഡിഗ്രി. ഇനി ഞാൻ നേരെ തിരിച്ച് മിനിറ്റ് ഹാൻഡ് ആണ് പറയുന്നത്. നോക്ക്, മിനിറ്റ് ഹാൻഡ്. സോ മിനിറ്റ് ഹാൻഡിന്റെ കാര്യം എടുത്താൽ ഓരോ മണിക്കൂറിലും 306 ഡിഗ്രി ട്രാവൽ ചെയ്യേണ്ടടാ. അപ്പൊ 1 അവർ കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി ട്രാവൽ ചെയ്യും. സോ 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ട്രാവൽ ചെയ്യണം. ഇനി എന്ത് 60 മിനിറ്റ്, അപ്പൊ ഒരു മിനിറ്റ് ആണെങ്കിലോ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ട്രാവൽ ചെയ്യും. എത്ര ഡിഗ്രി ട്രാവൽ ചെയ്യും? 6 ഡിഗ്രി. എത്ര ഡിഗ്രിയാ? 6 ഡിഗ്രി. ശരിയാണോ? 6 ഡിഗ്രി. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഓരോ മിനിറ്റ് കഴിയുന്നോറും ഹവർ ഹാൻഡ് അര ഡിഗ്രി ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി ട്രാവൽ ചെയ്യുന്നുണ്ട്? 6 ഡിഗ്രി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ലേ? എന്ന് വെച്ചാൽ റിലേറ്റീവ് ചേഞ്ച്, ഒരു ഡിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലേ റിലേറ്റീവ് ആയിട്ട്? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും പറയാം, ഡിസ്പ്ലേസ്മെന്റ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ മിനിറ്റ് നോക്കിക്കഴിഞ്ഞാലും അര ഡിഗ്രിയാണ് ആര് ട്രാവൽ ചെയ്യുന്നുള്ളൂ? ഹവർ ഹാൻഡ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഇവനാണെങ്കിലോ ഇവൻ 6 ഡിഗ്രി ട്രാവൽ ചെയ്യുന്നുണ്ട് മിനിറ്റ് ഹാൻഡ്. അപ്പൊ ഇവരുടെ ഇടയിൽ വരുന്ന ചേഞ്ച് എത്രയാ? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 6 മൈനസ് അര ഡിഗ്രി ഈക്വൽ ടു 5.5 അല്ലെങ്കിൽ 5.5 ഡിഗ്രിയാണ് ഓരോ മിനിറ്റും ആരധികം മൂവ് ചെയ്യുന്നത്? മിനിറ്റ് ഹാൻഡ് അധികം മൂവ് ചെയ്യുന്നത്. ഓരോ മിനിറ്റിലും 5.5 ഡിഗ്രി ആര് ട്രാവൽ ചെയ്യുന്നുണ്ട്? മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ് വെച്ച് റെസ്പെക്ട് ടു ഹവർ ഹാൻഡ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അധികം മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റിലേക്ക് വാ. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ഫാസ്റ്റർ? ഹൗ മച്ച് ടൈം നമ്മളോട് ചോദിച്ചത് ഹൗ മച്ച് ടൈം ശ്രദ്ധിക്കണം, ഹൗ മച്ച് ടൈം എന്നാണ് ചോദിച്ചത്. ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ഫാസ്റ്റർ ദാൻ ദ ഹവർ ഹാൻഡ്? നോക്ക്, ഹവർ ഹാൻഡ് ഒരു മിനിറ്റിൽ അര ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ എത്രയാണ്? അര ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഇവനോ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ട്രാവൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പം എങ്ങനെ ചെയ്യാം? അപ്പോ 6 ഡിവൈഡഡ് ബൈ അര എന്ന് വെച്ചാൽ 12 ടൈംസ് ഫാസ്റ്റർ ആണ്. എത്ര ടൈംസ് ഫാസ്റ്റർ ആണ്? 12 ടൈംസ് ഫാസ്റ്റർ ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഞാൻ ചോദിച്ചത് ഹൗ മച്ച് ഡിസ്റ്റൻസിന്റെ കാര്യമല്ല, എത്ര മടങ്ങ് കൂടുതലാണെന്നാണ് ചോദിച്ചത്. എത്ര മടങ്ങ് വേഗത കൂടുതലാണ്, അതാണ് ചോദ്യം. മനസ്സിലാക്കിപ്പോ. ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ഫാസ്റ്റർ ദാൻ ദ ഹവർ ഹാൻഡ്? ഈ ഡിഗ്രി പറയുന്ന ടൈം അല്ലല്ലോ, എത്ര മടങ്ങ് എന്നുള്ളതിനാണ്. ഹൗ മച്ച് ടൈംസ്. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ? 5.5 അല്ല, 12 ടൈംസ് ആണ്. ഇതിന്റെ ഉത്തരം നോക്ക്. ഹൗ മച്ച് മോർ ഡിസ്റ്റൻസ് ഡസ് എ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ഓവർ ആൻ ഹവർ ഹാൻഡ് ഇൻ 1 മിനിറ്റ്? 5.5 ഡിഗ്രി. എത്രയാടാ? 5.5 ഡിഗ്രി. ക്ലിയർ അല്ലേ? 5.5 ഡിഗ്രി. അടുത്ത നോക്ക്. ഹൗ മച്ച് മോർ ഡിസ്റ്റൻസ് ഡസ് എ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ഓവർ ആൻ ഹവർ ഹാൻഡ് ഇൻ 30 മിനിറ്റ്സ്? സോ 30 മിനിറ്റ് എടുക്കുകയാണെങ്കിലോ? എടാ നമുക്കറിയാം ഒരു മിനിറ്റിൽ എത്രയാ? 5.5 ഡിഗ്രി. അങ്ങനെയാണെങ്കിലോ 30 മിനിറ്റിന്റെ കേസ് എടുത്താലോ? 30 മിനിറ്റില് 11/2 ഇൻറ്റു 30 ഈക്വൽ ടു 165, 165 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം പറ. ആലോചിച്ച് പറ. പറയ്, എത്ര ഡിഗ്രിയാടാ? ഹൗ മച്ച് മോർ ഡിസ്റ്റൻസ് ഡസ് എ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ഓവർ ആൻ ഹവർ ഹാൻഡ് ഇൻ 100 മിനിറ്റ്? 100 മിനിറ്റിൽ എത്രയായിരിക്കും? ആരാദ്യം ഉത്തരം പറയും? പറ. ഒരു മിനിറ്റിൽ 5.5 ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. ആര്? മിനിറ്റ് ഹാൻഡ് അധികം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ? നമ്മള് മിനിറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എത്ര മിനിറ്റ് കേസ് ചോദിച്ചത്? 100 മിനിറ്റിന്റെ കേസ് എടുത്താൽ എത്ര ഡിഗ്രി അധികം ട്രാവൽ ചെയ്യും? പറ, എല്ലാരും പറ. ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു മിനിറ്റില് 11/2 ഡിഗ്രിയാണ് അധികം മൂവ് ചെയ്യുന്നത്. നമ്മളോട് ഒരു മിനിറ്റിന്റെ കാര്യമാണോ ചോദിച്ചേ? മനസ്സിലാക്കി ചെയ്യും. നമ്മളോട് ഒരു മിനിറ്റിന്റെ കാര്യമാണോ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് 100 മിനിറ്റിന്റെ കേസാണ്. എത്ര കേസ് തന്നെയാടാ? 100 മിനിറ്റ്. ശരിയല്ലേ? സോ 11/2 ഇൻറ്റു 100 ഈക്വൽ ടു 550. പോയിന്റ് ഓക്കെ അല്ലേ? സോ ഇതിന്റെ ഉത്തരം എത്രയാ? 550. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി എല്ലാവർക്കും ചെയ്യാലോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നാ ചെയ്യാലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്തത്. സോ അടുത്തതാണ് ആംഗുലാർ ഡിസ്റ്റൻസ്. എന്താണ് ആംഗുലാർ ഡിസ്റ്റൻസ്? ഫൈൻഡ് ദ ആംഗുലാർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ
മിനിറ്റ് ഹാൻഡ് ഫ്രം 2:16 PM ടു 2:40 PM. അപ്പൊ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ശ്രദ്ധിക്കണം. ഒന്നുമില്ല, ആര് കാര്യമാണ് ചോദിച്ചത്? മിനിറ്റ് ഹാൻഡിന്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഓരോന്ന് ലൈൻ ബൈ ലൈൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം മിനിറ്റ് ഹാൻഡ് ആണ് ചോദിച്ചത്. അപ്പൊ എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാ? 2:16 തൊട്ട് 2:40 വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 26:36 ഒരു 24 മിനിറ്റിന്റെ കേസ് ആണ് ചോദിച്ചത്. 24 മിനിറ്റിന്റെ കേസ് ആണ് ചോദിച്ചത്. അപ്പൊ നോക്ക്, ഒരു മിനിറ്റില് അപ്പൊ ഫൈൻഡ് ദ ആംഗുലർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഫ്രം 2:16 ടു 2:40. അപ്പൊ മിനിറ്റ് ഹാൻഡ് കാര്യം എടുക്കടാ. മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കൊണ്ട്, മിനിറ്റ് ഹാൻഡ് ആണേ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോ. 60 മിനിറ്റ് കൊണ്ട്, നിങ്ങൾക്കറിയാം നോർമലി നേരത്തെ എഴുതി തന്നതാണ്. 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആണെന്ന് അറിയാലോ. ഒരു മിനിറ്റില് 6 ഡിഗ്രി ആണെന്ന് എനിക്കറിയാം. എന്നുവെച്ചാൽ ഓരോ മിനിറ്റിൽ 6 ഡിഗ്രി ആണ് ആര് ട്രാവൽ ചെയ്യുന്നത്? മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താ? 24 മിനിറ്റിന്റെ കേസിലാണ്. 24 മിനിറ്റിന്റെ കാര്യമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്, അല്ല നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ സിമ്പിൾ എന്ത് ചെയ്താൽ മതി? ഓരോ മിനിറ്റിലും 6 ഡിഗ്രി ആണെങ്കിൽ 24 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 144 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാ? 144 ഡിഗ്രി. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ ആണ് അല്ലെ? അങ്ങനെയാണ് 6th ക്വസ്റ്റ്യൻ ചെയ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്. എത്ര കിട്ടുന്നേ? ആലോചിച്ച് ചെയ്താൽ മതി, തിരക്ക് കാണിച്ച് തെറ്റിക്കണ്ട. ആസ്പിരൻ 146. ഓക്കെ. 9:28 2 hour 10 minutes എത്രയാണെന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്ക്, 2 മണിക്കൂർ 10 മിനിറ്റ്. സിമ്പിൾ ചെയ്ത് എത്ര മിനിറ്റാ? 2 മണിക്കൂർ 120 മിനിറ്റ്. 110 130 മിനിറ്റ്. 130 മിനിറ്റിൽ എത്ര വരും? 130 മിനിറ്റിൽ ഓരോ മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. ഓരോ മിനിറ്റ് എത്രയാ? 6 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ? 780. 780. ഓക്കെ ആണോ? 780. അങ്ങനെയാണ് അടുത്ത ദിവസം നോക്ക്. ഫൈൻഡ് ദ ആംഗുലർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹവർ ഹാൻഡ് ഫ്രം 9:28 AM ടു 2:20 PM. ഇതെങ്ങനെ ആലോചിച്ച് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. മിനിറ്റ് അല്ല ഹവർ ആണ്. ഇനി PM അല്ല AM ആണ്. അല്ല PM അല്ല AM ആണ്. ഇത് ഹവർ ഹാൻഡ് ആണ്. ചിന്തിച്ച് ചെയ്. ഫൈൻഡ് ആംഗുലർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹവർ ഹാൻഡ് ഫ്രം 9:28 PM. PM അല്ല AM ആണ്. ചെയ്തു നോക്ക്. ഫൈൻഡ് ആംഗുലർ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹവർ ഹാൻഡ്. നേരത്തെ നമ്മൾ ചെയ്ത മിനിറ്റ് ഹാൻഡാ. ഇതിപ്പോ ഹവർ ഹാൻഡ് നമുക്കറിയാം 1/2 ഡിഗ്രി ആണ് ഓരോ മിനിറ്റിലും ട്രാവൽ ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 9:28 AM ടു 2:20 PM വരെ ആണെങ്കിൽ എത്ര ആംഗുലർ ഡിസ്റ്റൻസ് ഹവർ ഹാൻഡ് കവർ ചെയ്തിട്ടുണ്ടാകണം? എത്ര വരും? എത്ര വരും? 146 ഡിഗ്രി. ശരിയാണോ? സോ നോക്ക്, ഞാൻ പറയാണ് 9:28 തൊട്ട്. ശ്രദ്ധിച്ചേക്കടാ. 9:28 തൊട്ട് 2:20 വരെ മതി. ഞാൻ വിചാരിക്കുകയാണ് 2:28 വരെ ഉണ്ട് എന്ന്. 2:28 PM വരെയാണെന്ന് വിചാരിക്കും. 9:28 AM തൊട്ട് 2:28 PM വരെയാണെങ്കിൽ 2:28 PM വരെയാണെങ്കിൽ എത്ര മണിക്കൂറുണ്ട്? നോർമലി പറയാം 9 ടു 10 11 1 2 5 മണിക്കൂർ അല്ലേ?
5 മണിക്കൂർ അല്ലേ? 5 മണിക്കൂർ. പക്ഷെ 5 മണിക്കൂർ വേണോ? വേണ്ട. നമുക്ക് എത്ര മതി? 2:20 മതി. അങ്ങനെയാണെങ്കിൽ ഒരു 8 മിനിറ്റ് കുറയ്ക്കണ്ടേ? ഒരു 8 മിനിറ്റ് കുറയ്ക്കണ്ടേ? ഐഡിയ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഫൈൻഡ് ദ ആംഗുലർ ഡിസ്റ്റൻസ് കവർഡ് ബൈ ഹവർ ഹാൻഡ് ഫ്രം 9:28 AM to 2:20 PM. അപ്പൊ 9:28 തൊട്ട് 2:28 വരെ ആണെങ്കിൽ 5 മണിക്കൂർ സമയമുണ്ട്. അതിന് എത്ര കുറയ്ക്കണം? അതിന് 8 മിനിറ്റ് കുറയ്ക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് 2:28 വരെ വേണ്ട, 2:20 വരെ മതി. ഇനി നോക്ക്, 5 മണിക്കൂർ ആണെങ്കിൽ ഓരോ മണിക്കൂറും 30 ഡിഗ്രിയാണ് ആര് ട്രാവൽ ചെയ്യുന്നത്? ഹവർ ഹാൻഡ് ട്രാവൽ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇവിടെ നോക്ക്, ഓരോ മണിക്കൂറിലും ഹവർ ഹാൻഡ് ട്രാവൽ ചെയ്യുന്ന എത്രയാണ്? 30 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് പറയാം? 5 മണിക്കൂർ കൊണ്ടാണെങ്കിൽ 150 ഡിഗ്രി ട്രാവൽ ചെയ്യണ്ടടാ. 150 ഡിഗ്രി ട്രാവൽ ചെയ്യണ്ടേ? ശരിയാണോ? പോയിന്റ് ശരിയാണോ? 150 ഡിഗ്രി ട്രാവൽ ചെയ്യണം. പക്ഷെ 150 എത്ര കുറയ്ക്കണം? 8 മിനിറ്റ് കുറയ്ക്കണം. ഓരോ മിനിറ്റിലും ട്രാവൽ ചെയ്യുന്നത് അര ഡിഗ്രി ആണെങ്കിൽ 8 മിനിറ്റ് ട്രാവൽ ചെയ്യുന്ന എത്രയാ? 8 ഇൻറ്റു അര, 4 ഡിഗ്രി കുറയ്ക്കണ്ടേ? 4 ഡിഗ്രി കുറയ്ക്കണ്ടേടാ. സോ 150 4 കുറച്ചാല് 146 ഡിഗ്രി. സോ ഓപ്ഷൻ അല്ല, 146 ആണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? എങ്ങനെയും ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? മനസ്സിലായോടാ? ഓക്കെ, ക്ലിയർ. സെറ്റ് ആണല്ലോ? ഓക്കെ ആണ് അല്ലെ? ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. ഓക്കെ, നമ്മളോട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി ചെയ്യുന്നുണ്ടാവും. സോ അതിന്റെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കും. ഇതിന്റെ ട്രിക്ക് ഉള്ളത് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും സമയത്തിന്റെ ആംഗിൾ കാണാം. ഓക്കെ ആണോ? സോ ആദ്യം ഇതിന്റെ ബേസിക്സ് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നതെന്നും, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് നോർമലി ആംഗിൾ കാണുള്ള ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ആളുകൾ ആരെങ്കിലും ഇപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. 11/2 ഇൻറ്റു മിനിറ്റ് -30 ഇൻറ്റു ഹവർ. ഈ ഒരു ഇക്വേഷൻ കേട്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. ഈ ഇക്വേഷൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിലവിൽ ഇപ്പൊ ക്ലാസ് കാണുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആംഗിൾ ആണുള്ള ഇക്വേഷൻ 11/2 ഇൻറ്റു മിനിറ്റ് -30 ഇൻറ്റു ഹവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോടാ? യെസ്, എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓക്കെ, ഇപ്പൊ ക്ലാസ് കാണുന്ന ഒരുപാട് പേര് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ മെത്തേഡ് അല്ല. ഞാൻ പറയുന്നത് ബേസിക്സ് വെച്ചിട്ടുള്ള കാര്യമാണ്. കുറച്ചും കൂടെ എങ്ങനെയാണ് ഒരു മോണിറ്ററിൽ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു സമയത്തിന്റെ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? എടാ, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഈ രീതിയിലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പൊ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നോർമലി ഒരു ക്ലോക്ക്, ഓക്കെ, സോ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇപ്പൊ സമയം ഒരു എത്ര എടുക്കുക? 7:20 വിചാരിക്കും. സമയം ഒരു 7:20 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ഇപ്പൊ മിനിറ്റ് ഹാൻഡ് നമ്മൾ എങ്ങോട്ടേക്ക് വരയ്ക്കും? 4ന്റെ അങ്ങോട്ടേക്ക് വരയ്ക്കും. ഇനി ഹവർ ഹാൻഡ് ഉണ്ടാവുക 7ന്റെ മുകളിലും അല്ല 7ന്റെയും 8ന്റെ മുകളിലും അല്ല, 7ന്റെയും 8ന്റെയും ഇടയിലായിരിക്കും. ശരിയാണോ? ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? ഞാൻ 7:20 എന്നുള്ള ഒരു സമയത്തിന്റെ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ശരിയാണോ? എടാ ശരിയല്ലേ? 7ന്റെയും 8ന്റെയും ഇടയിലല്ലേ ഉണ്ടാവുക? ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? 7ന്റെ നേരെ ആയിരിക്കില്ല, 8ന്റെ നേരെ ആയിരിക്കും. നമുക്കറിയാം 20 മിനിറ്റ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് ആംഗിൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പോയിന്റ് ഓക്കെ അല്ലേ? ഇനിയാണ് ഇതിന്റെ മെത്തേഡ് പറയാൻ തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് കമന്റ് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കൂടെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എടാ നോക്കടാ, ഞാൻ ഈ 7ന്റെ നേരെ ആണെങ്കിൽ എങ്ങനെ വരിക? 7ന്റെ നേരെ ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? പോയിന്റ് ശ്രദ്ധിക്കടാ, പോയിന്റ് ശ്രദ്ധിക്ക്. വേറെ കളർ കൊണ്ട് വരയ്ക്കാം. വെയിറ്റ്. 7ന്റെ നേരെ ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു തീറ്റ ആംഗിൾ ആരധികം മൂവ് ചെയ്തിട്ടുണ്ട്? ഈ ഹവർ ഹാൻഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ?
ഈ ഒരു തീറ്റ ആംഗിൾ ആര് മൂവ് ചെയ്തിട്ടുണ്ട്? ഈ തീറ്റ ആംഗിൾ ആരധികം മൂവ് ചെയ്തിട്ടുണ്ട്? ഹവർ ഹാൻഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. സമയം 7 മണിയാണെങ്കിൽ എങ്ങനെയാ സമയം വരാം? അപ്പൊ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സമയം 7 മണിയാണെങ്കിൽ നമുക്കറിയാം ഈ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് 7ന്റെ നേർക്കും ഇതെന്ന് പറയുന്നത് ഇങ്ങനെയും വരും. ശരിയല്ലേ? 7 മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ക്ലിയർ ആണല്ലോ? ഇനി 7:20 ആവുന്ന സമയത്ത് ഈ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്ത് എവിടെ എത്തും? 20ന്റെ നേർക്കെത്തും. ഈ 7ന്റെ അവിടെ നിന്ന് കുറച്ചൊരു തീറ്റ ആംഗിൾ, ഈ തീറ്റ ആംഗിൾ ഇങ്ങോട്ടേക്ക് ആര് മൂവ് ചെയ്തിട്ടുണ്ടാവും? ഹവർ ഹാൻഡ് മൂവ് ചെയ്തിട്ടുണ്ടാവും. ശരിയാണല്ലോ? സോ നോർമലി ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്ക്, ഈ ഹവർ ഹാൻഡ് 4ന്റെ അടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ കേസിലെ വീണ്ടും 12 മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്ക്. 5, 6, 7, 8, 9, 10, 11. ഈ ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും 4ന്റെ മുകളിലാണെങ്കിൽ, ഇപ്പൊ ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും 4ന്റെ നേർക്കാണെങ്കിൽ 0 ഡിഗ്രി ആണല്ലോ. രണ്ടും 4ന്റെ നേർക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം 0 ഡിഗ്രി ആണ്. പ്രത്യേകിച്ച് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ല. കറക്റ്റ് 4ന്റെ നേരെയാണെങ്കിൽ 0 ഡിഗ്രി ആണ്. ഇനി ഈ ഹവർ ഹാൻഡ് ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോ. ഈ ഹവർ ഹാൻഡ് മൂവ് ചെയ്ത് 7ന്റെ നേർക്ക് എത്തി എന്ന് വിചാരിക്കും. 7ന്റെ നേർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. 7ന്റെ നേരെ ഇവിടെ ഉണ്ടാവും 4 എന്ന് വെച്ചാൽ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഓരോ മണിക്കൂറും 4ന്റെ അവിടെ നിന്ന് 5ലേക്ക് എത്തുമ്പോൾ എത്ര എത്തിയിട്ടുണ്ടാവും? ഈ ഹവർ ഹാൻഡ് 4ന്റെ അവിടെ നിന്ന് 5ലേക്ക് എത്തുമ്പോൾ ഒരു 30 ഡിഗ്രി ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 5-ന്ന് 6ലേക്ക് എത്തുമ്പോൾ വീണ്ടും 30, 6-ന്ന് 7 എത്തുമ്പോൾ വീണ്ടും 30. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള പോയിന്റ്. 4-ന്ന് ഈ 7 ഈ ഒരു ആംഗിൾ ഞാൻ ഈ മാർക്ക് ചെയ്ത എ എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? ഈ എ എന്ന് പറയുന്ന ആംഗിൾ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും? 4-ന്ന് 5ലേക്ക് 1 മണിക്കൂർ, 5-ന്ന് 6ലേക്ക് 1 മണിക്കൂർ, 6-ന്ന് 7ലേക്ക് 1 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ എടുത്താൽ 3 × 30 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും എവിടെ ഉണ്ടാവുക? 90 ഡിഗ്രിയാണ് ഈ ഒരു ഈ 7ന്റെ 4 ഈ ഒരു ആംഗിൾ, ഈ എ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാവുക. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ എന്റെ കൂടെ എത്രയും കൂടെ ആംഗിൾ കൂട്ടണം? ഈ ഒരു തീറ്റ ആംഗിളും കൂടെ കൂട്ടണം. എത്രയും കൂടെ ആംഗിൾ കൂട്ടണം? തീറ്റ ആംഗിൾ കൂട്ടണം. അതെങ്ങനെയാ വരുന്നത്? ഈ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. നോക്ക്, 7 മണിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മണിക്കൂറിന്റെ സൂചി കറക്റ്റ് 7ന്റെ മുകളിൽ ഉണ്ടാവുക. 7 മണിയാണെങ്കിൽ മണിക്കൂറിന്റെ സൂചി കറക്റ്റ് 7ന്റെ മുകളിൽ ഉണ്ടാവുക. ഈ മിനിറ്റ് ഹാൻഡ് 20 മിനിറ്റ് ട്രാവൽ ചെയ്തുകൊണ്ട് മാത്രമല്ലേടാ ഈ തീറ്റ ആംഗിൾ ഇങ്ങോട്ടേക്ക് ഇവ മൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഹവർ ഹാൻഡ് 12 മണിയാണെങ്കിൽ 12ന്റെ മുകളിലാണ് മിനിറ്റ് ഹാൻഡ് എങ്കിൽ മണിക്കൂർ സൂചി കറക്റ്റ് 7ന്റെ മുകളിൽ ഉണ്ടാവുക. ഈ 12-ന്ന് മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്ത് 4ന്റെ നേർക്ക് എത്തിയത് കൊണ്ടല്ലേ ഈ തീറ്റ ആംഗിൾ ഇങ്ങോട്ടേക്ക് ആര് മൂവ് ചെയ്തത്? ഈ മണിക്കൂർ സൂചി അധികം മൂവ് ചെയ്തത്. അപ്പൊ നിങ്ങൾ പറ, 20 മിനിറ്റ് കൊണ്ട് ഹവർ ഹാൻഡ് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവണം? എടാ ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി ആണെങ്കിൽ 20 മിനിറ്റിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? 20 × എത്രയാ? 10 ഡിഗ്രി കൂടെ അധികം ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പം ഈ ആംഗിൾ എത്രയാ? തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അപ്പം ഈ കേസിൽ 90-ഉം 10-ഉം എത്രയാ? 100 ഡിഗ്രി. അപ്പം ഈ ഒരു കാര്യമാണ്. ഇനി ഇത്രയും കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ഭയങ്കര ടഫ് അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എങ്ങനെയാ ചിന്തിക്കണം എന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കും. 2 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം 6.25 ആംഗിൾ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇവിടെ ഉള്ളത് 6 എന്നുള്ളത് 6 എന്ന് തന്നെ എഴുതുക. ഓക്കെ ആണോ? ഇനി മിനിറ്റ് എത്രയാണോ, മിനിറ്റിന് നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഹരിക്കടാ. 5 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 15 / 5 3. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. 6 - 3 എടുക്കുക. 6 - 3 എത്രയാ? 3. ഇനി ഇതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 30 × 30 എത്രയാ? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഇനി ചെയ്യേണ്ട കാര്യം, അടുത്ത സ്റ്റെപ്പ് നോക്ക്. ഈ ഡിഫറൻസ് 6 - 3 പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കേസിൽ നെഗറ്റീവ് ആയിട്ട് കിട്ടാം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 6ന്റെ അവിടെ 10-ഉം ഇതിന്റെ അവിടെ 12 ഒക്കെ ആണെങ്കിലോ ആലോചിച്ച് നോക്കി. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് 11 ഒക്കെ ആണെങ്കിലോ, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പൊ 6.25 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 2 ഐഡിയാസ്. അപ്പൊ 2 സമയം ഒരുമിച്ച് ചെയ്യും. നോക്ക്, ഇവിടെ ഞാൻ 6.25 ചെയ്യുന്നു. ഇവിടെ ഞാനിപ്പോ എത്ര ചെയ്യാം? 10:40. 10:40. 2 കേസും പറഞ്ഞുതരാം. ഇപ്പൊ 6 എന്നുള്ളത് 6 എന്ന് എഴുതി, 15-നെ 5 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് എഴുതി, 10-ന് ഞാൻ 10 എന്ന് എഴുതി. ഇനി 40-നെ 5 കൊണ്ട് ഹരിക്കും. 40-നെ 5 കൊണ്ട് ഹരിച്ചാൽ 8. ഇനി ഇതിന്റെ ഡിഫറൻസ് 6 - 3 എത്രയാ? 3. 10 - 8 എത്രയാ? ഡിഫറൻസ് 2. ഇനി ഈ ഡിഫറൻസ് ഇൻറ്റു എത്ര ചെയ്യണം? 30 ഡിഗ്രി ചെയ്യണം. ഡിഫറൻസ് ഇൻറ്റു 30 ഡിഗ്രി. അപ്പൊ എത്ര കിട്ടും? 90 ഡിഗ്രി. അപ്പൊ ഈ സ്റ്റെപ്പ് ആണെങ്കിലോ 2 × 30. മനസ്സിലായോ? 2 × 30. 2 × 30 എത്രയാ? 60 ഡിഗ്രി. ഇനി എന്താ ഞാൻ പറഞ്ഞത്?
അടുത്ത സ്റ്റെപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ, എടാ ഇവിടെ 6 - 3 പോസിറ്റീവാ. പോസിറ്റീവ് ആണെങ്കിൽ മിനിറ്റിന്റെ പകുതി ആഡ് ചെയ്യുക, 15ന്റെ പകുതി ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 97.5 ഡിഗ്രി. 97.5 ഡിഗ്രി. ഇവിടെയാണെങ്കിലോ 60ന്റെ കൂടെ കൂട്ടണോ കുറയ്ക്കണോ? 10 - 8 പോസിറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മിനിറ്റിന്റെ ഹാഫ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക. അപ്പോ 60 - 20 എത്രയാ? 60 - 20 80 ഡിഗ്രി. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു തരാം. ഇപ്പോ 3:30 ആയിക്കോട്ടെ. 2:25. ഇവിടെ നോക്ക്, 2:25 കൺഫ്യൂഷൻ തരും. 2:25 ആണ് എങ്ങനെ ചെയ്യാം? നോക്ക്, 2:25. 2 എന്നുള്ളത് 2 തന്നെ എഴുതി. 25 എന്നുള്ളത് 25 5 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് എഴുതി. ഇനി 2 - 5 എത്രയാ? 2 - 5 എന്ന് പറയുന്നത് -3 ആണ്. മൈനസ് മൈൻഡ് ചെയ്യേണ്ട. 3 × 30. 3 × 30 എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രിന്ന് എത്ര കൂട്ടണോ കുറയ്ക്കണോ? എടാ മൈനസ് അല്ലേ? മൈനസ് ആണെങ്കിൽ മിനിറ്റിന്റെ ഹാഫ് എന്ത് ചെയ്യാ? മിനിറ്റിന്റെ ഹാഫ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ ആണോ? മിനിറ്റിന്റെ ഹാഫ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 90ന്ന് 12 കുറയ്ക്കുക. അപ്പം 77 കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? ജസ്റ്റ് കമന്റ് ചെയ്യും. മനസ്സിലായോ? പോയിന്റ് ഓക്കെ ആണോടാ? പോയിന്റ് ഓക്കെ ആണോടാ? എല്ലാരും കമന്റ് ചെയ്തേ. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് ഡൗട്ട് ഉണ്ടാവും. നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തേ. സോ നോർമലി ഇനി അങ്ങോട്ട് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ നല്ല മെത്തേഡാണ്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ. സോ ഏത് സമയമാണെങ്കിലും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം നോക്കി പറയാലോ. നോക്ക്, 10:30. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഇക്വേഷൻ പഠിച്ച് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. 10:30 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 10:30 ആണെങ്കിൽ ആദ്യം 10 എന്ന് എഴുതി 30നെ 6 കൊണ്ട് ഹരിച്ചു. അല്ലാന്ന് വിട്ടാണെങ്കിൽ ഞാൻ അടുത്ത പറയാതി, അടുത്ത ക്വസ്റ്റ്യൻ അത് ചെയ്യാം. നോക്ക്, 10:30. 10:30 ആണ് എന്ത് ചെയ്യണം? 10നുള്ളത് അങ്ങനത്തെ എഴുതി. 30 ആണെങ്കിലോ 30 ഹരിക്കണം. 30 എന്തുകൊണ്ട് ഹരിക്കുക? 5 കൊണ്ട് ഹരിക്കുക. 30 ഹരിക്കണം 5 എത്ര വരും? 6 വന്നു. 10 - 6 എത്ര വന്നു? 10 - 6 4 വന്നു. 4 × 30 എത്രയാടാ? 120. 4 × 30 എത്രയാ? 120 പ്ലസ് 10 - 6 പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആയതുകൊണ്ട് മിനിറ്റിന്റെ ഹാഫ് കൂട്ടുക. 120 + 15 എത്രയാ? 135. ഒറ്റയടിക്ക് ഉത്തരം എഴുതി കൂടെ? അധികം പെണ്ണെടുത്താലോ ഒരു വിത്തിൻ 15 അല്ലെങ്കിൽ 20 സെക്കൻഡ് ഉത്തരം കിട്ടൂലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10:40 നമ്മൾ ചെയ്തിട്ടുണ്ടാവും. 2:25 ചെയ്തു. 5:10ന്റെ ആംഗിൾ പറ. വേഗം പറ. 10-15 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറ. 5:10ന്റെ ആംഗിൾ എത്ര വരും? 5:10. ഓക്കെ, എത്രയാടാ? 95 ഡിഗ്രി. വെരി ഗുഡ്. ഈ ഒരു മെത്തേഡ് ആണോ ഫോളോ ചെയ്തത്? ജസ്റ്റ് കമന്റ് ചെയ്തേ. ഈ ഒരു മെത്തേഡ് ആണോ ഫോളോ ചെയ്തേ? ഗംഗ, വൈഷ്ണവി, സാന്ദ്ര, അപർണ, അഞ്ജന, ആസ്പിരന്റ്, ആവണി, എല്ലാവരും ഈ ഒരു മെത്തേഡ് ആണോ ഫോളോ ചെയ്തത്? നിങ്ങളുടെ മെത്തേഡ് ആണോ? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ. യെസ്. സോ 5 എന്നുള്ളത് അങ്ങനെ എഴുതി. 10ന് 5 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് എഴുതി. 5 - 2 എത്രയാ? 3. 3 × 30 90 ഡിഗ്രി. 90 ഡിഗ്രിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 90ന്റെ കൂടെ 10ന്റെ പകുതി. പോസിറ്റീവ് അല്ലേ? 10ന്റെ പകുതി 5 കൂടെ ആഡ് ചെയ്യുക. 90 + 5 എത്രയാടാ? 95 ഡിഗ്രി. 95 ഡിഗ്രി. ഇനി തെറ്റിക്കരുത്. സോ ഇതാണ് ഇതിന്റെ ബേസിക്സ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിന്റെ ബേസിക്സ്. പക്ഷെ അതൊന്നും ആലോചിക്കേണ്ട, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡൗട്ട്സ് വരുന്ന കുറച്ച് സമയങ്ങൾ പറഞ്ഞുതരാം. നോക്ക്, കുറച്ച് ഡൗട്ട് വരുന്ന ഒരു സമയമാണ് 4:20. 4:20 നോക്ക്. 4:20 ആണെന്നുള്ള പ്രശ്നം എന്താ? 4:20 എന്ന് പറയുമ്പോൾ ഇതും 4 എന്ന് എഴുതി. ഇനി 20നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? 20നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 തന്നെയാണ് വാല്യൂ കിട്ടുന്നത്. സോ 4 - 4 എന്ന് പറയുമ്പോൾ 0. 0 × 30. 0 × 30 എത്രയാ? 0 × 30 0. പക്ഷേ ഇനി എന്ത് ആഡ് ചെയ്യണം? 20ന്റെ പകുതി അങ്ങ് ആഡ് ചെയ്താൽ മതി. 20/2 എത്രയാ? 10 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന്റെ റേഷ്യോ 1:5 ആണെങ്കിൽ, സമയത്തിന്റെ റേഷ്യോ മിനിറ്റ് ഹവറും റേഷ്യോ 1:5 ആണെങ്കിൽ, 1:5 ആണെങ്കിൽ ജസ്റ്റ് ആംഗിൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. എന്തെടുത്താൽ മതി? മിനിറ്റിന്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നോക്ക്, 5:25.
5:25 ആംഗിൾ എത്രയായിരിക്കും? 12.5 ഡിഗ്രി ആയിരിക്കും. 12.5 ഡിഗ്രി ആയിരിക്കും. 6:30 1:5 റേഷ്യോ അല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ? 15 ഡിഗ്രി ആയിരിക്കും. പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ? ഓക്കെ. സോ ഇത് വളരെ നല്ല മെത്തേഡ് അല്ലേ? ഇനി ഞാനിപ്പോ 7 മണി 6 മണി 5 മണിയൊക്കെയാണ് സമയം എന്ന് വിചാരിക്കും. 5 മണി 6 മണി അതേപോലെ 8 മണി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 5 മണിയുടെ ആംഗിൾ ആണെങ്കിൽ 5x30. കാരണം മിനിറ്റിന്റെ ഹാഫ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല, 150 ഡിഗ്രി. 6 മണിയാണെങ്കിലോ 6x30 180 ഡിഗ്രി. കാരണം കറക്റ്റ് അല്ലേ? 150 ഡിഗ്രി അല്ലേ? 8 മണിയാണെങ്കിൽ 8x30 240 ഡിഗ്രി. 240 അഥവാ എത്ര പറയാം? 120 ഡിഗ്രി. കാരണം 360 250 കുറച്ചാലും മതി. കാരണം വളരെ എളുപ്പമല്ലേ? സോ ഇതേപോലെയുള്ള സമയം വന്നാലും കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ മെത്തേഡ് എന്താണോ അത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് 5ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴും മെത്തേഡ് സെയിം ആണ്. ക്ലിയർ ആണോടാ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഈ ഒരു മെത്തേഡ് അറിഞ്ഞു വെക്കുക. ഇനി കാരണം റെയിൽവേയിലൊക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആ, ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. സോ ഒന്ന് വലപ്പോഴും എടുത്ത് റിവൈസ് ചെയ്യുക ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേടാ? സോ എന്താണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് അത് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല മെത്തേഡ് ആയിരിക്കും. നമുക്ക് നോർമലി ഇപ്പോ വേറൊരു സമയം ഒറ്റയടി പറ 10:55 ആംഗിൾ എത്രയാ? 10:55. എല്ലാവരും ജസ്റ്റ് കമന്റ് ചെയ്തേ. കുറച്ച് സമയത്തിന്റെ ആംഗിൾ നമുക്ക് ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി ചെയ്യും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ഉണ്ടാവും, ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി ചെയ്യും. സെറ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി ചെയ്യും. 10:55 ആംഗിൾ എത്രയാ? എത്രയുടെ വരിക? തേർട്ടി ഡിഗ്രി ആണോ? കമന്റ് ചെയ്തേ. 2.5 ഡിഗ്രി. ഓക്കെ, 10:55 എത്രയാ? സോ നമ്മൾ മെത്തേഡ് എന്താ? 10 എന്നുള്ളത് 10 എന്ന് എഴുതി, 10 എന്നുള്ളത് 10 എന്ന് എഴുതി, 50ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 11. 10 മൈനസ് 11 എത്രയാ? 10 മൈനസ് 11 എന്ന് പറയുന്നത് 1 ആണ്. 1x30 എത്രയാ? 1x30 30 ഡിഗ്രി. 30 ഡിഗ്രിന്ന് എത്ര കുറയ്ക്കണം? 30 ഡിഗ്രിന്ന് എത്ര കുറയ്ക്കണം? എടാ ഇത് കുറയ്ക്കണ്ടേ? കാരണം എന്താ? 10 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 അല്ലേ? മൈനസ് 1 ആണെങ്കിൽ 30. 30 മൈനസ് 55ന്റെ പകുതി. 55ന്റെ പകുതി. സോ 30 മൈനസ് എത്ര വരും? 56 ആണെങ്കിൽ 27. സോ 2.5 ഡിഗ്രി. ക്ലിയർ ആണോ? മെത്തേഡ് ഈസി അല്ലേ? നല്ല മെത്തേഡ് അല്ലടാ? കണ്ടോ? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം? ഉത്തരം കണ്ടുപിടിക്കും. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ഡൗട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശ്രദ്ധിക്കും. ഓക്കെ, യെസ്, ഓക്കെ ആണ് സാർ. സോ
ഇനി അടുത്തത് 15ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾക്കാണ് അടുത്ത ഉത്തരം പറയാൻ പോകുന്നത്. 6, 17 ഇതുപോലത്തെ സമയത്തിന് എങ്ങനെ ആംഗിൾ കാണാൻ പറ്റും. ഓക്കെ, സോ ശ്രദ്ധിക്ക്, നമ്മൾ പഠിച്ച മെത്തേഡ് എന്താണോ അതിന് യാതൊരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല. ആ ഐഡിയ ഫോളോ ചെയ്യാം. നോക്ക്, 6ന് ഞാൻ 6 എന്ന് എഴുതി. ഇവിടെ കുഴപ്പമില്ല. 6 - 3 6 - 3 3 × 30 3 × 30 എത്ര വരും? 90 ഡിഗ്രി വരും. 90 ഡിഗ്രിന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം? 7.5 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 97.5 ഡിഗ്രി. ഒരു ബുദ്ധിമുട്ടുമില്ല, നേരത്തെ മെത്തേഡ് തന്നെയാണ്. കാരണം 15 ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അവിടെ പ്രശ്നമില്ല. ഓക്കെ, അടുത്ത് നോക്ക്, 6, 16 ഞാൻ പറഞ്ഞ മെത്തേഡ് എന്താ? 6 മൈനസ് 16 നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 16 നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 16 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടും 3 3 5 15 10 3.2. 6 - 3.2 6 - 3.2 ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 6 - 3.2 ഇതിന്റെ വാല്യൂ എത്ര? 2.8 2.8 ഇത് നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര കിട്ടും? 8 × 3 24 2 6 24 84. ഇനി 84 എത്രയും കൂടെ ആഡ് ചെയ്യണോടാ? 16ന്റെ പകുതി ആഡ് ചെയ്താൽ മതി, കാരണം പോസിറ്റീവ് അല്ലേ. സോ 84 + 8 ഡിഗ്രി. അപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? 92 ഡിഗ്രി. ഓക്കെ ആണോ? 92 ഡിഗ്രി. പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? ഡൗട്ട് തീർന്നോ? 5ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള കാര്യം ക്ലിയർ ആണോ ആരതി? എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മെത്തേഡ് എന്താ? അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. 92 ഡിഗ്രി ഇതായിരിക്കും നിങ്ങൾക്ക് അവിടെയും കിട്ടുക. ഓക്കെ അല്ലേടാ? ക്ലിയർ ആണോ? സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ 6, 17 സോ ഇത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും. ഓരോ മിനിറ്റും എത്ര ഡിഗ്രിയുടെ ചേഞ്ചാ വരുന്നത് നോക്ക്. 92 97 എത്ര ഡിഗ്രിയാ? 5.5 ഡിഗ്രി അല്ലേ? നിങ്ങൾക്കറിയാം ഓരോ മിനിറ്റിലും 5.5 ഡിഗ്രി അധികം ട്രാവൽ ചെയ്യും. ഇവിടെ നോക്ക്, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 6, 15ന്റെ ആംഗിൾ കണ്ടിട്ട് അതിന് എത്ര കൂട്ടിയാൽ മതി? ഒരു 5.5 ഡിഫറൻസ് എടുത്താൽ മതി. 5.5ന്റെ ഗ്യാപ്പ് അല്ലേ വരിക? ഓരോ മിനിറ്റിലും 5.5 ഡിഗ്രി ഡിസ്റ്റൻസ് ഡിഫറൻസ് ആണ് വരിക. അടുത്തത് എത്രയായിരിക്കും? അടുത്തത് 86.5 കിട്ടണം. കൂട്ടുന്ന സമയത്ത് 86.5 ആണ് വരേണ്ടത്. ശരിയാണോ? നമുക്ക് നോക്കി നോക്കാം. നമുക്ക് മനസ്സിലായി. 5.5 ഡിഫറൻസ് ഇവിടെ നിന്ന് എടുത്ത് നോക്ക്. 92 5 പോയി കഴിഞ്ഞാൽ എത്രയാ? 86.5 86.5 ഇതാണോ കിട്ടുന്നത്? നമുക്ക് നോക്കാലോ. സോ 6, 17 6 - 17 17/5 എത്ര വരും? 17/5. സോ ഇവിടെ ചെയ്ത പോലെ 3 3 5 15 20 3.4 അല്ലേ വരിക? 3.4 3.4 6 - 3.4 അപ്പൊ ഇതിന്റെ ഉത്തരം വരും 2.6 2.6 × 30 2.6 × 30 എന്ന് പറയുമ്പോൾ 6 × 18 78 78നോട് എത്ര കൂട്ടണം? 17ന്റെ പകുതി 17ന്റെ പകുതി. സോ 78 + 8 8.5 അപ്പൊ എത്ര കിട്ടും? 86.5. ശരിയല്ലേ? ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയതും? 86.5. ക്ലിയർ ആണോടാ? സോ 86 പോയിന്റ് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നതിന് മുന്നേ നമ്മൾ ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഓൾറെഡി 8.15 6.15ന്റെ ആംഗിൾ കാൽക്കുലേഷൻ പെട്ടെന്ന് കഴിയും. ഇതിന്റെ എത്ര ആഡ് ചെയ്താൽ മതി? ഇതിന്നൊരു 11 ഡിഗ്രിയും കുറച്ചാൽ മതി. 5 5 10 11 ഡിഗ്രിയും കുറച്ചാൽ മതി. സോ അതായിരിക്കും ഉത്തരം കിട്ടും 86.5. എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, പക്ഷെ അത്രയൊന്നും ആലോചിക്കേണ്ട. ഡയറക്റ്റ്ലി കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ. ഓക്കെ അല്ലേടാ? മെത്തേഡ് സെയിം ആണ്, യാതൊരു ചേഞ്ചും ഇല്ല. ക്ലിയർ അല്ലേടാ? സോ ഇനി ആംഗിൾ കാണാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ 6.18ന്റെ വാല്യൂ ആണ്. 6.18 ഈ മെത്തേഡ് വഴി ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ 5 ഡിഗ്രി കുറച്ചാൽ മതി. എന്നാൽ ഈ ഒരു മെത്തേഡ് വഴി ചെയ്തിട്ട് എത്ര കിട്ടുന്നത് നോക്ക്. ടു ബി ജെന്വിൻ ഈ വഴി ചെയ്തിട്ട് 6 - 18/5 ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എത്ര കിട്ടുന്നത് നോക്കിയേ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. ശരിയാണല്ലോ? 81 അല്ലേ? 6 - 18/5 18/5 എന്ന് പറയുമ്പോ 3.6 അല്ലേ? ഓക്കെ, 3.6 എത്ര കിട്ടും? 2.4. കാരണം 0.2 അല്ലേ കുറയുന്നത് അല്ലെ? 2.4 30 ഡിഗ്രി. 4 12 72 72 എത്ര കിട്ടണം? 9 കിട്ടണം. 81 ഡിഗ്രി. സെറ്റ് അല്ലേടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ മെത്തേഡിന് യാതൊരു ഡൗട്ടും വേണ്ട. മെത്തേഡ് ഇത് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 6.19 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ ഏതൊരു സമയം വന്നാലും നമ്മുടെ മെത്തേഡ് സെയിം ആണ്. എന്ത് കാര്യം നോക്കിയാൽ മതി? ഇതിന് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 6 - 3.4 ഇതിന്റെ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ മിനിറ്റിന്റെ ഹാഫ് ആഡ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ മിനിറ്റിന്റെ ഹാഫ് മൈനസ് ചെയ്യുക. ഈ ഒരു കാര്യം സെറ്റ് ആക്കുക. ക്ലിയർ ആണോ? പോയിന്റ് നോക്കിയാൽ ഇനി അങ്ങനെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾ ആ ഇക്വേഷൻ 11/2 മിനിറ്റ് - 13 ഹവർ ഫോളോ ചെയ്യേണ്ട, ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അടുത്തതിലേക്ക് പോട്ടറാ. ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ, സെറ്റ് ആണ്. അപ്പൊ നോക്ക്, അപ്പൊ അടുത്ത പോയിന്റ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്ക്. ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ദീസ് ആർ ദ ടൈംസ് വെൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് കോയിൻസൈഡ്. അപ്പൊ നോക്ക്, ഈ കോയിൻസൈഡ് ചെയ്യുക എന്താന്നുള്ള കാര്യം ആദ്യം പറഞ്ഞാലല്ലേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സോ ആ കാര്യം എന്താ നോക്കടാ. നോക്ക്, ശ്രദ്ധിക്കും. സോ പോയിന്റ് ഇങ്ങനെയാണ്. ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് കോയിൻസൈഡ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. വാട്ട് ഈസ് കോയിൻസൈഡ്? കോയിൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്. മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ലൈനിൽ, അതിനല്ലേ കോയിൻസൈഡ് എന്ന് പറയാം. മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും 0 ഡിഗ്രി ആംഗിൾ എപ്പോഴാണോ വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈം ആണ് നമ്മൾ പറയാ കോയിൻസൈഡ് ചെയ്യുന്ന മൊമെന്റ്. ഓക്കെ ആണോ? അപ്പൊ ഏതൊക്കെ സമയത്താണോ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും 0 ആംഗിൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആംഗിൾ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ കറക്റ്റ് 12 മണി നോക്ക്, കറക്റ്റ് 12 മണി എങ്ങനെ നമ്മൾ വരയ്ക്കുക? മിനിറ്റ് ഹാൻഡ് ഓൾറെഡി ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. മിനിറ്റ് ഹാൻഡ്, ഹവർ ഹാൻഡ് എവിടെ ഉണ്ടാവും? മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 12ന്റെ മുകളും ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് 12ന്റെ മുകളും. 0 ഡിഗ്രി ആംഗിൾ അല്ലേ ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ കറങ്ങി 1:05 എത്തുന്ന സമയം നോക്ക്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 1:05 എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് 1 മണി 5 മിനിറ്റില് ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 1 മണി 5 മിനിറ്റില് ആംഗിള്, ഇവരുടെ ഇടയിലുള്ള ആംഗിള് 0 ഡിഗ്രി ആണോ അല്ലയോ? ജസ്റ്റ് എസ് ഓർ നോ പറഞ്ഞാൽ മതി. 1 മണി 5 മിനിറ്റില് ഇവരുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണോ അല്ലയോ? അല്ലെങ്കിൽ എത്ര ഡിഗ്രി വരും? അതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ എത്ര ഡിഗ്രി വരും? നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡ് വഴി ആലോചിച്ച് ഉത്തരം പറ. 1 മണി 5 മിനിറ്റില് ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ എത്ര ഡിഗ്രി വരും? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. ജസ്റ്റ് റെസ്പോണ്ട്. 1 മണി 5 മിനിറ്റിൽ എത്ര ഡിഗ്രി ആംഗിൾ വരും? ഇവരുടെ ഇടയിൽ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും നമ്മുടെ ഇടയിൽ എത്ര ആംഗിൾ വരും? ഓക്കെ, നോ ആണെന്ന് മനസ്സിലായി അല്ലെ? അങ്ങനെ ഇടയിൽ എത്ര ആംഗിൾ വരും അതൊന്ന് കമന്റ് ചെയ്യ്. എത്ര? 2.5. എത്രയാടാ? 3 വരുമോ മഹിമ? 2.5 അല്ലേ? റേഷ്യോ എത്രയാടാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, റേഷ്യോ 1:5 ആണെങ്കിൽ ഇപ്പൊ ആ സമയം ഏതൊക്കെയാ? 1 മണി 5 മിനിറ്റ്, 2:10, 3:15, 4:20. ഇതിന്റെയൊക്കെ എന്താണ് ഞാൻ പറഞ്ഞത്? മിനിറ്റിന്റെ പകുതി എടുക്ക്. മിനിറ്റിന്റെ പകുതി എടുത്താൽ 2.5 ഡിഗ്രി, ഇവിടെ 5 ഡിഗ്രി, ഇവിടെ 7.5 ഡിഗ്രി, ഇവിടെ 10 ഡിഗ്രി. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ 1:5 ആണെങ്കിൽ ജസ്റ്റ് മിനിറ്റിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 2:10, 1:05, 3:15, 4:20 ഇതുപോലെയുള്ള സമയങ്ങളുടെ ഇടയിൽ ഒന്നും 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. 5.5 ഡിഗ്രി ട്രാവൽ ആരധികം ചെയ്യുന്നുണ്ട്? മിനിറ്റുകാരൻ അധികം ചെയ്യുന്നില്ലേ? സോ ഇനി ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? അപ്പൊ നോക്ക്, ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കടാ. 1 മണി 5 മിനിറ്റ് 5/11, 2:10 10/11, 3:16 4/11. ഈ ഓരോ സമയങ്ങളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിയുടെയും 9 മണിയുടെ ഇടയിൽ ഏത് സമയത്താണ് 0 ഡിഗ്രി കോയിൻസൈഡ് ഉണ്ടാക്കുന്നത്? 9 മണിയുടെയും 10 മണിയുടെ ഇടയ്ക്ക് ഏത് സമയത്താണ് 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നത്? അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ നോക്ക്, 9 മണി 49 മിനിറ്റ് 1/14. സോ ഇതൊന്നും കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റൂല. ഇതിൽ ഏത് സമയമാണ് ഓപ്ഷൻ ഉള്ളത്? നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും? ഇത്ര എണ്ണം പറ്റൂല. ഇനി ഇത് എങ്ങനെ കാണാന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഏതെങ്കിലും ഒരു ടൈം പീരീഡ് ഇടയ്ക്ക് 6 മണി 7 മണി ഇടയിൽ ഏത് സമയത്താണ് 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 6 മണി 32 മിനിറ്റ് 8/11. പക്ഷെ ഇത് കാണാതെ പഠിക്കുന്നത്, ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഓർത്തിരിക്കാന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ചോദ്യം ഓക്കെ ആണോ? ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് മനസ്സിലായോ? ക്ലിയർ? യെസ്, ഓക്കെ അല്ലേ? എല്ലാരും കമന്റ് ചെയ്യടാ. കുറച്ച് പേര് കാണുന്നില്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ പോലെ നിങ്ങൾക്ക്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യ്. ക്ലിയർ ആണല്ലോ? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കും. അപ്പം അതിനു മുന്നേ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നോക്ക്,
ഒരു 12 മണിക്കൂർ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര തവണയാണ് 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു വിചാരിക്കും. 12 മണിക്കൂർ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര തവണയാണ് 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. എക്സാക്ട്ലി 12 മണിക്ക് എന്തുണ്ട്? 0 ഡിഗ്രി കോയിൻസൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നോക്ക്, 12ന്റെയും 1ന്റെ ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കുന്നുണ്ടോ? ഇല്ല. 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് കാണാൻ പറ്റും, 2ന്റെയും 3ന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും, 3ന്റെയും 4ന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും, 4ന്റെയും 5ന്റെ ഇടയ്ക്ക്, 5ന്റെയും 6ന്റെ ഇടയ്ക്ക്, 6ന്റെയും 7ന്റെ ഇടയ്ക്ക്, 7ന്റെയും 8ന്റെ ഇടയ്ക്ക്, 8ന്റെയും 9ന്റെ ഇടയ്ക്ക്, 9ന്റെയും 10ന്റെ ഇടയ്ക്ക്, 10ന്റെയും 11ന്റെയും ഇടയ്ക്ക്. പക്ഷേ 11ന്റെയും 12ന്റെ ഇടയിൽ കാണാൻ പറ്റൂല, 12ന്റെയും 1ന്റെ ഇടയിൽ കാണാൻ പറ്റില്ല. ഇതിന് കാരണം എന്താ? കാരണം എക്സാക്ട്ലി 12 മണിക്ക് 0 ഡിഗ്രി കോയിൻസൈഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പുറത്തതും ബാലൻസ് ആയി, അപ്പുറത്തതും ബാലൻസ് ആയി. അവിടെ ഇവിടെ രണ്ടിടത്തും നടക്കുന്നില്ല. എക്സാക്ട്ലി 12 മണിക്ക് എന്ത് നടക്കുന്നുണ്ട്? 0 ഡിഗ്രി ആംഗിൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ഇതേ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തം സൈക്കിൾ എടുത്തു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 12 മണിക്കൂർ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര തവണ 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കും? 1 2 3 4 5 6 7 8 9 10 11. 12 തവണ എടുത്തു പോയി കഴിഞ്ഞാൽ 11 തവണയാണ് എന്ത് നടക്കുന്നത്? 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കുന്നത്. ഇപ്പൊ 24 മണിക്കൂറിന്റെ ഡ്യൂറേഷൻ എടുത്താൽ നിങ്ങൾക്ക് എത്ര തവണയെ കാണാൻ പറ്റുള്ളൂ? 22 തവണയെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ജസ്റ്റ് കമന്റ് ചെയ്തേ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. ഓക്കെ ആണോ? പോയിന്റ് സെറ്റ് ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. അപ്പം ഇനി നമ്മുടെ മുന്നിൽ, അപ്പൊ ഇത് ഡയറക്ട്ലി ചോദിക്കാറുണ്ട്, 0 ഡിഗ്രി കോയിൻസൈഡ് നടക്കുന്നത് എത്ര തവണയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ റിലേറ്റ് ചെയ്യുക. 12 മണിക്കൂറാണെങ്കിൽ 11 തവണയും, 24 മണിക്കൂറാണെങ്കിൽ 22 തവണയാണ് അല്ലെ. അപ്പം ഇനി നമ്മളെ എക്സാമിന് ഇല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഈ സമയങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്? 10 മണിയുടെയും 11 മണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ 0 ഡിഗ്രി കോയിൻസൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? സോ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നോക്ക്, ഒന്നും ചെയ്യേണ്ട, വളരെ ഈസിയാണ് ഷോർട്ട് കട്ട്. എന്താണ് ഷോർട്ട് കട്ട്? നോക്ക്, തന്നിരിക്കുന്ന സമയം ഇപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് 7 മണിയുടെയും 8 മണിയുടെ ഇടയ്ക്ക് വാട്ട് വിൽ ബി ദ ടൈം ബിറ്റ്വീൻ 7 to 8 when both hands of the clock are in 0 ഡിഗ്രി അല്ലെങ്കിൽ കോയിൻസൈഡ്. ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ 7ന്റെയും 8ന്റെയും ഇടയിലാവുന്ന സമയമാണെങ്കിൽ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അതെന്തായാലും 7 മണിയിൽ തുടങ്ങുന്ന സമയമായിരിക്കും. എടാ 7:01 തൊട്ട് 7:59 കഴിഞ്ഞാൽ 8 മണിയായി. അപ്പം ഈ സ്റ്റാർട്ട് ചെയ്ത് 7 മണി കഴിഞ്ഞ് 7:01 തൊട്ട് 7:59 വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കുമല്ലോ 7ന്റെ 8ന്റെ ഇടയ്ക്ക് 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നത്. ആ സമയം നമുക്കറിയാം 7:38 2/11 ആണ്. അതാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹവർ എന്തായാലും 7 ആണ്. ആ മിനിറ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിനിറ്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ചെയ്താൽ മതി. 60/11 ചെയ്താൽ മതി. നോക്ക്, 420/11 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 38 2/11 കിട്ടും. 38 2/11 കിട്ടും. അപ്പൊ ഏത് സമയം ചോദിച്ചാലും നോക്ക്, 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് ഉള്ള ഏത് മിനിറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു, ഇവിടെ ഹവർ ചെയ്താൽ 1 അല്ലേ, 1 ഇൻറ്റു 60/11 ചെയ്താൽ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? 5/11. അതിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മിനിറ്റ്. ഇനി 2ന്റെയും 3ന്റെ ഇടയ്ക്ക് കാണാനുള്ള സമയം, 2ന്റെയും 3ന്റെ ഇടയ്ക്ക് 2 ഇൻറ്റു 60/11 ഈക്വൽ ടു 120/11. 120/11 ചെയ്ത് എത്ര കിട്ടും? 10 × 11 110. 110 എത്ര കൂടെ ആഡ് ചെയ്യണം? 10/11. അതിലേടെ കാണുന്നത് 10/11. ഇതാണ് ഷോർട്ട് കട്ട്. ഇത് ഒരിക്കലും അതിൽ നിന്ന് പോണ്ട. കോയിൻസൈഡ് ചെയ്യുന്ന സമയം കാണാൻ വേണ്ടിയിട്ട്, ഹവർ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. 7 മണിയുടെ 8 മണിയുടെ ഇടയ്ക്ക് ഉള്ള സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഹവർ 7 ആണ്. 10ന്റെയും 11ന്റെ ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സമയമില്ല. 9ന്റെയും 10ന്റെ ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹവർ എന്ന് പറയുന്നത് 9 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിറ്റ് ആണ്. കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു ഷോർട്ട് കട്ട് എന്താണ്? ഷോർട്ട് കട്ട് തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു മിനിറ്റ് കാണാനുള്ള ഐഡിയ എന്താ? മിനിറ്റ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ആണ്. 60/11 ആണ്. ദിസ് ഇസ് എ ഷോർട്ട് കട്ട്. ഓക്കെ, തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ഇവിടെ എഴുതരാം. തന്നിരിക്കുന്ന ഹവർ given hour into 60/11. ഓക്കെ ആണോടാ? സോ 7ന്റെയും 8ന്റെ ഇടയ്ക്ക് നിങ്ങൾ ലോജിക് ആലോചിച്ചാൽ മതി. ഒരിക്കലും 8 × 60/11 അല്ല ചെയ്യേണ്ടത്, 7 × 60/11. അതിന് കാരണം എന്ന് പറയുന്നത് 7:01 തൊട്ട് 7:59 വരെ, ഇപ്പൊ ഏത് പെർട്ടിക്കുലർ ടൈം ആണെങ്കിലും ആ ഒരു മണിക്കൂറിന് ഇടയിൽ പെടുന്ന സമയമായിരിക്കും. ഓക്കെ ആണോ? സോ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ, 9 മണി 49 മിനിറ്റ് എന്ന് വെച്ചാൽ 9ന്റെയും 10ന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം?
9 ഇൻറ്റു 60/11 9 ഇൻറ്റു 60/11 എത്രയാ 540/11 540/11 അപ്പൊ എത്ര വരും 4 4 44 44 10 100 100 9 99 1/11 ശരിയല്ലേ 49 1/11 ഓക്കെ ആണോ പോയിന്റ് ഓക്കെ ആണോ സെറ്റ് ആണോ സെറ്റ് ആണോ സോ ജസ്റ്റ് ആ ഒരു റിലേഷൻ ആലോചിച്ച് വെക്കുക കോയിൻസൈഡ് ഇങ്ങനത്തെ കുറച്ച് ആംഗിൾസ് എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് റെയിൽവേക്ക് അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ആണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മിനിറ്റ് കിട്ടും നമുക്ക് ആകെ എന്ത് കണ്ടുപിടിച്ചാൽ മതി മിനിറ്റ് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ആണോ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം ഓപ്ഷൻ എലിമിനേഷൻ നടത്താൻ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യേണ്ട ഞാൻ ഒരൊറ്റ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഇതിന്റെക്കാട്ട് വലിയൊരു ഷോർട്ട് കട്ട് നോക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കണം തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക ഇവിടെയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്ക് ശ്രദ്ധിക്കും ഇതാണ് പ്രോപ്പർ വേ ഉത്തരം കിട്ടാനുള്ളത് നിങ്ങൾ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യേണ്ട കാര്യം നോക്ക് ഇപ്പൊ സപ്പോസ് ഓക്കെ നോക്ക് സോ ഇത്രയും സമയം നിങ്ങളുടെ മുന്നിലുണ്ട് ഇവിടെ നോക്കണം ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് ഈ 5/11 യൂണിറ്റ് ഡിജിറ്റ് എത്രയാ 5/11 1 into 5 5 plus 5 0 1 into 0 0 plus 0 0 1 into 6 6 plus 4 എത്രയാ 0 1 into 1 1 plus 9 എത്രയാ 0 1 into 7 plus 3 0 1 into 2 plus 8 0 1 into 8 plus 2 0 1 into 3 plus 1 0 1 into 9 plus 1 0 1 into 4 plus 6 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കോയിൻസൈഡ് ചെയ്യുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഷോർട്ട് കട്ട് ആദ്യമേ പഠിച്ചു വെക്കുക നിങ്ങൾ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഒന്ന് നോക്കുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റ് എവിടെയാണോ 0 വരുന്നത് അതായിരിക്കും ഉത്തരം രണ്ടെണ്ണം 0 വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം 2 0 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക പക്ഷേ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുന്നേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എന്ത് നോക്കുക ഓപ്ഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക 3 into 1 plus 7 ചെയ്ത് നോക്കുമ്പോൾ 0 ആണെങ്കിൽ അതായിരിക്കും ഉത്തരം വേറെ ഒന്നും നോക്കണ്ട ഓക്കെ ആണോ ക്ലിയർ ആണോ ഓക്കെ ആണോടാ സെറ്റ് ഓക്കെ സോ ഇതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിയാൽ മതി എല്ലാ കേസിലും ഒരു ഓപ്ഷൻ മാത്രമേ 0 വരാറുള്ളൂ സോ ആ ഒരു പോയിന്റ് ജസ്റ്റ് മൈൻഡിൽ വരും അപ്പൊ അതും കൂടെ ഒന്ന് ഇൻറ്റു 60/11 ചെയ്താൽ അധികം സമയം എടുക്കൂല പക്ഷെ അതിനെക്കാട്ടും എളുപ്പത്തിൽ ഓപ്ഷൻ മോണിറ്റർ നോക്കി തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് പോയിക്കൂടെ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സോ ഡിനോമിനേറ്റർ 0 കിട്ടണം 0 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ ക്ലിയർ അല്ലേ പോയിന്റ് സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 6 to 7 both hands of the clock അപ്പൊ എന്തായാലും 6 മണിയുടെ ഒരു സമയമായിരിക്കും നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് സോ ഹവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഹവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന ഹവർ ഇൻറ്റു 60/11 ചെയ്താൽ 360/11 അപ്പൊ എത്ര വരും 33 ബാക്കി 30 അല്ലെ 30 ആണെങ്കിൽ 2 22 32 8/11 ഇതാണ് ഇവിടെ കിട്ടുന്നത് 32 8/11 6 മണി 32 8/11 ശരിയല്ലേ അത്രേ ഉള്ളൂ 6 മണി 32 8/11 പോയിന്റ് ഓക്കെ അല്ലേ സോ ഇതിന്റെ ഉത്തരം മനസ്സിലായി 6 മണി 32 8/11 അടുത്തത് ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 8 to 9 when both hands of the clock are 0 എങ്കിൽ സോ സിമ്പിൾ ചെയ്താൽ മതി ഇതിന്റെ ഉത്തരം എത്ര കിട്ടും 8 മണി 43 7/11 8 മണി 43 7/11 10 to 11 ആണെങ്കിലോ 10 to 11 ആണെന്ന് ഞാൻ പറഞ്ഞു ഉത്തരം ഇല്ല 10 to 11 ഇടയിൽ 10 to 11 ഉണ്ടാവും അല്ലെ 10 into 60/11 10/60/11 എത്ര കിട്ടും 600/11 600/11 ചെയ്താൽ 5 5 55 5 50 55 5/11 ശരിയാണോ 55 5/11 സോറി 600/11 അല്ലേ 600 തന്നിരിക്കുന്ന സമയം 10 to 11 10 to 11 ഇടയിൽ 10 into 60/11 10 into 60/11 അപ്പൊ എന്ത് ചെയ്യണം 600 divided by 11 600 divided by 11 5 5 55 so 50 50 4 അപ്പൊ 44 അപ്പൊ 54 54 44 6/11 ശരിയാണോ 54 6/11 54 6/11 അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 11 to 12 when both hands of the clock are 0 degree angle നമുക്കറിയാം 11 12 ഇടയിൽ നടക്കുന്നുണ്ടോ 11ന്റെയും 12 ഇടയിൽ നടക്കുന്നുണ്ടോ 11ന്റെയും 12 ഇടയിൽ നടക്കുന്നില്ല അത് നമുക്ക് പ്രൂവ് ചെയ്യാമല്ലോ നോക്ക് തന്നിരിക്കുന്ന സമയം 11 into 60/11 ചെയ്താൽ മിനിറ്റ് കിട്ടൂലേ ഹവർ എന്തായാലും 11 ആയിരിക്കും നമുക്ക് മിനിറ്റ് കണ്ടുപിടിച്ചാൽ പോരെ
സോ ഇത് ചെയ്താൽ 11 കട്ടായി പോയി, ബാക്കിയുള്ള എത്രയാ 60 മിനിറ്റ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? 11 മണി 60 മിനിറ്റ്. 11 മണി 60 മിനിറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ലിറ്ററലി 12 മണിയല്ലേ? സോ കറക്റ്റ് 12 മണിക്ക് എന്താണ്? 0 ഡിഗ്രി ആംഗിൾ കോയിൻസൈഡ് ചെയ്യും. ക്ലിയർ ആണോ? എടാ ഈ 1 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? സെറ്റ് ആണോടാ? ക്ലിയർ? സാർ ഡൗട്ട്, ബിറ്റ്വീൻ 9 to 10 540/11 49 1/1 അല്ലേ വരിക? ബിറ്റ്വീൻ 9 to 10 9 to 10 ശരിയല്ലേ? 49 1/11 അല്ലേ വരിക? ആണല്ലോ. 9 ഞാൻ എഴുതി എവിടെ തെറ്റിയിട്ടുണ്ടോ? 9 to 10 ശരിയല്ലേ? 9 to 10 9 to 10 ആണെങ്കിൽ ശ്രദ്ധിക്കുക, 9 to 10 9 into 60/11 540/11 540/11 ചെയ്താല് 14 44 100 100 9 99 ബാക്കി 1 ആണ്. സോ 9 മണി 49 മിനിറ്റ് 1/11. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, പക്ഷെ ഇതാണ് ഉത്തരം വരിക. 9:49 1/11. ഓക്കെ അല്ലേ എഴുതി? 9:49 1/11 ശരിയാണല്ലോ. സോ 9 മണി 49 മിനിറ്റ് 1/11 സെക്കൻഡിനായിരിക്കും എന്ത് വരിക? കോയിൻസൈഡ് നടക്കുക. അപ്പൊ അത് തീർന്നു അല്ലെ? സോ കോയിൻസൈഡ് പഠിച്ചല്ലോ. ഷോർട്ട് കട്ട് എന്താടാ? ഷോർട്ട് കട്ട് എന്താ? മിനിറ്റ് കിട്ടാണ് ഷോർട്ട് കട്ട് എന്താ? എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. മിനിറ്റ് കാണാനുള്ള ഷോർട്ട് കട്ട് എന്താ? ഹവർ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല, തന്നിരിക്കുന്ന ഹവറിനായിരിക്കും. മിനിറ്റ് കാണാനുള്ള ഷോർട്ട് കട്ട് എന്താ? വേറെ പ്രത്യേകിച്ച് അധികം ഒന്നും ആലോചിക്കണ്ട. ഇന്ത്യ എന്ത് ചെയ്താൽ മതി? കമന്റ് ചെയ്തോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം കമന്റ് ചെയ്തോ? എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60/11. സോ യൂണിറ്റ് ഡിജിറ്റ് 0 നോക്കാം, അല്ലെങ്കിൽ ഇൻറ്റു 60/11. സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത നോക്ക്. അടുത്താണ് ടു ഫൈൻഡ് ദ ടൈം ഓഫ് 180 ഡിഗ്രി ആംഗിൾ. 180 ഡിഗ്രി ആംഗിൾ. ഓക്കെ. 180 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ വരിക. 180 ഡിഗ്രി ആംഗിൾ ഇതാണ് ഫിഗർ വരിക. നോക്ക്. ശ്രദ്ധിക്ക്. സോ 180 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ എത്ര തവണ നടക്കുന്നു ഞാൻ പറയാം. എടാ നോക്കടാ, 12 മണി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 6 മണി. എക്സാക്ട്ലി 6 മണിക്ക് എന്ത് കാണാൻ പറ്റും? എക്സാക്ട്ലി 6 മണിക്ക് നിങ്ങൾക്ക് 180 ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റൂലേ? എടാ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 6 മണി എടുത്തു കഴിഞ്ഞാൽ 6 മണി എന്നുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ ഈ മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 180 ഡിഗ്രിയാ. സംശയം ഉണ്ടോ? ചെയ്ത് നോക്കിയാൽ മതി. 6 മണിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6x30 എത്രയാ? 180 ഡിഗ്രി. 180 ഡിഗ്രി. ശരിയാണോ? സോ 6 മണി എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 180 ഡിഗ്രി കാണാൻ പറ്റും. യെസ്, 0 യൂണിറ്റ് 0 എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 0 അല്ലെ? ഓക്കെ. സോ 6 മണി എന്നുള്ള സമയത്തിൽ 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ 5ന്റെയും 6ന്റെ ഇടയ്ക്ക് കാണാൻ പറ്റൂല, 6ന്റെയും 7ന്റെ ഇടയ്ക്കും കാണാൻ പറ്റൂല. ബാക്കി എല്ലായിടത്തും കാണാൻ പറ്റും. 7ന്റെയും 8ന്റെ ഇടയ്ക്ക് കാണാൻ പറ്റും. 8 to 9 9 to 10 10 to 11 11 to 12 12 to 1 1 to 2 2 to 3 3 to 4 4 to 5. പക്ഷെ എന്ത് കാണാൻ പറ്റൂല? 5ന്റെയും 6ന്റെ ഇടയ്ക്കും കാണാൻ പറ്റൂല, 6ന്റെയും 7ന്റെ ഇടയ്ക്കും കാണാൻ പറ്റൂല. അതിന് കാരണം എന്ന് പറയുന്നത് എക്സാക്ട്ലി 6 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ, എക്സാക്ട്ലി 6 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 0 ഡിഗ്രി അല്ല, 0 അല്ല, 180 ഡിഗ്രി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ കാണാൻ പറ്റും. 180 ഡിഗ്രി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോർമലി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ 11 ടൈംസേ കാണാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ 22 തവണ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും സുഹൃത്തുക്കളെ. സെറ്റാണോ? ക്ലിയർ ആണോടാ? നേരത്തെ പോലെ തന്നെ നേരത്തെ അവിടെ എന്തായിരുന്നു? നേരത്തെ എക്സാക്ട്ലി 12 മണിക്കായിരുന്നു 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്നത്. അത് ഇവിടെ എന്തായിട്ട് മാറി? 6 മണി എന്നുള്ള രീതിയിലേക്ക് മാറി. സോ നേരത്തെ അവിടെ 11 to 12 12 to 1 നടക്കൂലായിരുന്നു. അതേപോലെ ഇവിടെ എന്താ? 5 to 6 6 to 7 നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? 180 ഡിഗ്രി കാണാൻ പറ്റില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? യെസ് സാർ, ക്ലിയർ. സോ ഇനി ഈ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസിലും നമ്മളോട് ചോദിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സമയം ഇത് കാണാതെ പഠിക്കൽ നിർവാഹമില്ലാത്തതുകൊണ്ട് തന്നെ ഈ 2ന്റെ 3ന്റെ ഇടയ്ക്കുള്ള സമയം, 4ന്റെ 5ന്റെ ഇടയ്ക്കുള്ള സമയം, ഇതേപോലെയുള്ള
ചോദ്യങ്ങളാണ് ചോദിക്കുക. സോ ഒന്നാമത്തെ പോയിന്റ്, ഈ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് പരിശോധിക്കാം. ഏത്? യൂണിറ്റ് ടു 0 നോക്കിയാൽ മതി. എന്തായാലും 60/11 കൊണ്ടാണ് ചെയ്യുന്നത്. 7 + 3 0, 8 + 2 0, 8 + 2 0, 3 + 7 0, 9 + 1 10, 4 + 6 6, സോ 5 + 5 0 0, 6 + 4 0, 1 9 + 0, സോ 0. സോ യൂണിറ്റ് വേണമെങ്കിൽ 0 നോക്കാം. ഇനി രണ്ട് ഓപ്ഷൻ 0 ഉണ്ടെങ്കിലോ എന്ത് ചെയ്യാം? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ നേരത്തെ കേസ് ആണെങ്കിലും ഈ കേസ് ആണെങ്കിലും യൂണിറ്റ് 0 വരുന്ന ഓപ്ഷൻ ഒറ്റ ഒന്നൊക്കെ തരത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ കുത്തി പോവാം, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇനി 0 അല്ല, യൂണിറ്റ് 0 അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് ഓപ്ഷൻ പെൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണി താഴെയുള്ള ഒരു സമയമാണ് തരുന്നെങ്കിൽ ഈ ഒരു ഹാഫ് ഇതിനെ ഞാൻ 2 ഹാഫ് ആക്കി തിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് ഇവിടെ, ഇത് ഫസ്റ്റ് ഹാഫ്, ഇതൊരു ഹാഫ്, ഇത് രണ്ടാമത്തെ ഹാഫ്. ഇത്രയും മണിക്കൂർ കാണാനുള്ള ഷോർട്ട് കട്ട് ആണ് ആദ്യം പറയാൻ പോകുന്നത്. 12 to 1 ഇടയ്ക്കുള്ള സമയം, 1 to 2 ഇടയ്ക്കുള്ള സമയം, 2 to 3 ഇടയ്ക്കുള്ള സമയം, 3 to 4 ഇടയ്ക്കുള്ള സമയം, 4 to 5 ഇടയ്ക്കുള്ള സമയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിയിൽ ചെറിയൊരു സമയമാണ് തന്നിട്ടുള്ളതെങ്കിൽ 6 മണി എന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത് 6 മണിയിൽ ചെറിയൊരു സമയമാണ് തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? തന്നിരിക്കുന്ന സമയം നമ്മളോട് ചോദിക്കുകയാണ് 3ന്റെയും 4ന്റെയും ഇടയ്ക്ക്. 3ന്റെയും 4ന്റെയും ഇടയ്ക്ക് ഏത് മിനിറ്റ് ഏത് സമയത്താണ് 180 ഡിഗ്രി കോയിൻസ് 180 ഡിഗ്രി ആംഗിൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ 3 എന്ന് പറയുന്നത് എന്താ? 6 മണി ചെറിയൊരു സമയമല്ലേ? 6 മണിന്റെ ചെറിയൊരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് ഹവർ എന്താ? 3 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? മിനിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. മിനിറ്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സമയം 6ൽ കുറവാണെങ്കിൽ അതിന്റെ കൂടെ 6 ആഡ് ചെയ്തിട്ട് ഇൻറ്റു 60/11 ചെയ്താൽ മതി. മനസ്സിലായോ? ഇൻറ്റു 60/11 ചെയ്താൽ മതി. ഇനി 6ൽ കൂടുതലാവുന്ന സമയം 8ന്റെയും 9ന്റെയും ഇടയ്ക്കാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ എത്രയാണ്? 8 ആണ്. മിനിറ്റ് അല്ലേ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 6 മണിയിൽ കൂടുതലുള്ള സമയമാണെങ്കിൽ അതിൽ നിന്ന് 6 അങ്ങ് കുറയ്ക്കുക. 8 - 6 ചെയ്യുക ഇൻറ്റു 60/11. മനസ്സിലായോ? അപ്പൊ 6ൽ കൂടുന്ന സമയമാണെങ്കിൽ അതിന്റെ കൂടെ 6 കുറയ്ക്കുക ഇൻറ്റു 60/11 ചെയ്യുക. 6ൽ കുറവാകുന്ന സമയം 6 മണിയിൽ കുറവാകുന്ന സമയത്തിന്റെ ഇടയിലുള്ള സമയമാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ, കൃത്യമായിട്ടുള്ള 180 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന സമയമാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ 6 ആഡ് ചെയ്യുക ഇൻറ്റു 60/11. നോക്ക്, ഇനി ഓരോന്നും നമുക്ക് ചെയ്തു നോക്കാം. ശ്രദ്ധിക്കുക. 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് കാണാനുള്ള ഒരു സമയമാണ് ചോദിച്ചത്. 1 മണിയുടെ 2 മണിയുടെ ഇടയ്ക്ക് ഏത് സമയത്താണ്? ഈ 1:38 2/11 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1 + 6. കാരണം 1 മണി എന്ന് പറയുന്നത് 6 മണി കുറവാണ്. 1 + 6 എത്രയാ? 7. 7 ഇൻറ്റു 60/11. 7 ഇൻറ്റു 60/11 ശരിയാണോ? 7 ഇൻറ്റു 60/11 ചെയ്ത് നോക്ക്. 6 7 ഇൻറ്റു 60 420/11. 420/11. 420/11 എത്ര കിട്ടും? 420/11. സോ 3 33 7 9 90 8 88 2 38 2/11. അതിനല്ലേ ഇവിടെയും കാണുന്നത് 38 2/11. ഓക്കെ ആണോ? ഇനി 2 to 3 ഇടയിലുള്ള സമയം കാണാനാണെങ്കിലോ 2 2:43. 2:43 ആണെങ്കിൽ 2 + 6 എത്രയാ? 8 ഇൻറ്റു 60/11 എത്രയാണ്? 480/11. സോ 44 4 40 ആണെങ്കിൽ 3 43 7/11. 43 7/11. അങ്ങനെ കറങ്ങി 8ന്റെയും 9ന്റെയും ഇടയിലുള്ള ചോദിക്കുന്ന ഈ സമയമാണ് കാണുന്നതെങ്കിലോ 8 എന്ന് പറയുന്നത് ഈ ഹാഫിലാണ് വരുന്നത്. ഈ ഹാഫിലാണ് വരുന്നതെങ്കിലോ 6നേക്കാട്ടും വലിയ സംഖ്യയാണ്. 6നേക്കാട്ടും വലുതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 6 അങ്ങ് കുറയ്ക്കുക. 8 - 6 2 ഇൻറ്റു 60/11. അത് ചെയ്താൽ മിനിറ്റ് കിട്ടും. 120/11. 120 എത്രയാ? 10/11 അല്ലേ? സോ വളരെ സിമ്പിൾ അല്ലേ? സോ 2 ട്രിക്കാണ് പറഞ്ഞത്. കോയിൻസൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഡയറക്ട്ലി ഇൻറ്റു 60/11 ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ +6 ചെയ്യുക. എപ്പോ? 6ൽ കുറവാണെങ്കിൽ. -6 ചെയ്യുക. എപ്പോ? 6ൽ കൂടുതലാണെങ്കിൽ ഇൻറ്റു 60/11. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. സോ ഇനി അങ്ങോട്ട് പറയുന്നത് ഓരോ പോയിന്റിൽ ഇപ്പൊ ഏത് സമയത്താണുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. ഇനി അത് ആ രീതിയിൽ തന്നെ ചോദിക്കുന്നത് 1 അവർ 1 മണിക്കൂറിൽ 1 തവണയാണ്. 12 മണിക്കൂർ 11 തവണ. 24 മണിക്കൂറിൽ 22 തവണ. ഓക്കെ ആണോ? 22 തവണ. ശ്രദ്ധിക്കും. സോ ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 3 to 4 when both hands of the clock. നമുക്കറിയാം 3 to 4. 3 to 4 ആണെങ്കിൽ എന്താ? 3 to 4 ആണെങ്കിൽ 3 ഇൻറ്റു 60/11. 3 to 4 അല്ലേ? 3 to 4 ആണെങ്കിൽ 6 കുറവല്ലേ? 3 + 6 എത്രയാ? 9. 9 ഇൻറ്റു 60/11. 9 ഇൻറ്റു 60/11 ഈക്വൽ ടു 540/11. എത്ര കിട്ടും? 4 44 10 9. 49 തുടങ്ങുന്ന ഏത് ഓപ്ഷൻ ആണ് ഉള്ളത്? എന്തിന്റെ ഇടയിലാണ് ചോദിച്ചത്?
3ന്റെയും 4 ഇടയ്ക്ക് 3 മണി 49 മിനിറ്റ് 1/11 3 മണി 49 മിനിറ്റ് 1/11. മനസ്സിലായോ? സെറ്റ് അല്ലേടാ? സോ ഈ നോർമലി ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുമല്ലോ. നോർമലി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുമല്ലോ. സോ ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 9 to 10. 9 to 10 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9 - 6 9 - 6 3 3 into 60/11 ചെയ്താൽ മിനിറ്റ് കിട്ടും. 2 into 3 ആണെങ്കിലോ 2 + 6 8 8 into 60/11 ചെയ്താൽ മിനിറ്റ് കിട്ടും. സോ ആദ്യത്തെ 3 ദിവസത്തിന് ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ആരതി, അരവിന്ദ്, നന്ദിത, ആരതി, ആവണി ഒക്കെ എല്ലാവർക്കും ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? സോ ഈ ട്രിക്കുകളൊക്കെ അറിയുമായിരുന്നു മുന്നേ? ഈ ട്രിക്കുകളൊക്കെ അറിയുമായിരുന്നോ അതോ ഫസ്റ്റ് ടൈം ആണോ? സോ ക്ലോക്കിൽ എന്താ ഞാൻ പറഞ്ഞത്? കുറച്ച് കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ട്രിക്കുകളൊക്കെ അറിഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ അറിയുമായിരുന്നോടാ? യെസ്, ആ സെറ്റ് ആണ്. സോ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് അല്ലെ? ഓക്കെ 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 സെറ്റ്. ഫസ്റ്റ് ടൈം. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ടു കാൽക്കുലേറ്റ് എനി ടൈം. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് ഇപ്പൊ ഒരു ആംഗിൾ 180 ഡിഗ്രി ആംഗിൾ തന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ, സമയത്രം. നമ്മൾ പെർട്ടിക്കുലർ ടൈം ആണ് കണ്ടുപിടിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊരു ആംഗിൾ തന്നാലും നമുക്ക് സമയം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇങ്ങനെയായിരിക്കും ചോദ്യം വരാം. ഇവിടെ നോക്ക്. അറ്റ് വാട്ട് ടൈം ആർ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബിറ്റ്വീൻ ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ബിറ്റ്വീൻ 7 and 8 o'clock. 7 മണിയുടെയും 8 മണിയുടെയും ഇടയിൽ ഏത് സമയത്താണ് 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നത്? സോ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതാദ്യം ഞാൻ വരച്ചതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കും. 12 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ഉത്തരം പറയണം. സമയം 7 മണിയാണെങ്കിൽ എത്ര ആംഗിൾ ഉണ്ടാക്കും? അതൊന്ന് പറ. സമയം 7 മണിയാണെങ്കിൽ എത്ര ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്? സമയം 7 മണിക്ക് മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ് ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? അതാദ്യം പറ. പറ. ആരിലൊക്കെ കമന്റ് ചെയ്യടാ. സമയം 7 മണിയാണെങ്കിൽ എത്ര ഉണ്ടാക്കുന്നത്? ഈ ആംഗിൾ എത്രയാ? 7 × 30. 7 × 30 ചെയ്താൽ ഒന്നെങ്കിൽ എത്ര കിട്ടും? 210 കിട്ടും. 210 അഥവാ 150 ഡിഗ്രി. 150 ഡിഗ്രി ശരിയാണോ? 150 ഡിഗ്രി സംശയങ്ങളൊന്നുമില്ല അല്ലെ? ഒന്നെങ്കിൽ 210 അല്ലെങ്കിൽ 150. അങ്ങനെയാണെങ്കിൽ ഇത് കറങ്ങി 7:30 ആയി എന്ന് വിചാരിക്കും. 7:30 സമയം 7:30. 7:30ക്ക് എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും? 7:30 ഇത് പറ. 7:30 എത്രടാ? 45 ഡിഗ്രി. എത്ര ഡിഗ്രി? 45 ഡിഗ്രി. 7:30 നമ്മൾ എന്ത് ചെയ്യും? 7 എഴുതുന്നു. 30 - 30 ഡിവൈഡ് ബൈ 5. 30 ഡിവൈഡ് ബൈ 5 എത്രയാ? 6. 7 - 6 എത്രയാ? 1. 1 × 30 1 × 30 = 30. ഇനി എന്ത് ചെയ്യണം? പോസിറ്റീവ് ആണ്. സോ മിനിറ്റിന്റെ ഹാഫ് ആഡ് ചെയ്യും. 30 - 15 30 / 2 15 45 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ എന്റെ ചോദ്യം, ഈ 7:30 എന്ന് പറയുന്ന സമയം എങ്ങനെയാ വരയ്ക്കുക? ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. 7:30 എന്ന് പറയുന്ന സമയമാണെങ്കിൽ 7ന്റെയും 8ന്റെ ഇടയ്ക്കായിരിക്കും മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ് ഉണ്ടാവുക. ഇതെവിടെ വരും? ഇത് ഡയറക്ട്ലി 6ന്റെ നേർക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 30 ഡിഗ്രി. ഇതാണ് 30 ഡിഗ്രി. അപ്പൊ ഞാൻ ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോ. എടാ ഈ മിനിറ്റ് ഇതാണ് ഹവർ ഹാൻഡ് അല്ലെ? സോ ഇതാണ് ഹവർ ഹാൻഡ്. ഈ ഹവർ ഹാൻഡ് ഇനി നോക്ക്. ഈ 8 മണി എന്നുള്ള സമയം എത്തുന്നതിന് മുന്നേ ഇത് ഈ മിനിറ്റ് ഹാൻഡ് കറങ്ങി 12ന് മുകളിൽ എത്തണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് കേസ്.
ഈ ഹവർ ഹാൻഡിന്റെ മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടി? 7:30 എന്ന് പറയുന്ന സമയത്ത് ഒരു 45 ഡിഗ്രി ഉണ്ടാക്കി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഹവർ ഹാൻഡിന്റെ മിനിറ്റ് ഹാൻഡ് ക്രോസ് ചെയ്ത് പോയിട്ട് ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് പോയി 8 മണിയാവുന്ന 8 മണി എന്നുള്ള സമയം എത്തുന്നതിന് മുന്നേയും ഒരു 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണ്ടേ? ലോജിക്കലി ആലോചിച്ച് പറ. എടാ ഓൾറെഡി 7:30 എന്ന് പറയുന്ന സമയത്ത് എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? മിനിറ്റ് ഹാൻഡ് 45 ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? 7:30 എന്ന് പറയുന്ന സമയത്ത്. ഈ 7:30 എന്ന് പറയുന്ന സമയം എപ്പോഴാ? ഓൾറെഡി ഹവർ ഹാൻഡിനെ മിനിറ്റ് ഹാൻഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാക്കിയ ആംഗിളാ. ഇനി ഞാൻ പറയാൻ പോകുന്നത് മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡിനെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 8 മണി എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സമയത്ത് ഒരു 40 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ജസ്റ്റ് കമന്റ് ചെയ്ത് ക്ലിയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മണിക്കൂറിനിടെ 7 മണിയുടെയും 8 മണിയുടെ ഇടയിൽ രണ്ട് സമയത്ത്, ഒന്ന് 7:30 എന്ന് പറയുന്ന സമയത്തും നമ്മൾ 45 ഡിഗ്രി ആംഗിൾ കണ്ടിട്ടുണ്ട്. ഇനി വേറൊരു സമയത്തും കൂടി 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഒരു ആംഗിൾ മാത്രമാണ്, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല ഒരു ആംഗിൾ കാണുന്നത്. 7 മണിയുടെ 8 മണിയുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സമയങ്ങളിലായിട്ട് 45 ഡിഗ്രി ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഈ രണ്ട് സമയത്തിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ രണ്ട് സമയം പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോടാ? സെറ്റ് അല്ലേടാ? സോ അങ്ങനെ രണ്ട് സമയം കാണാനുള്ള ഐഡിയ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ നോക്ക്, ട്രിക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. 2/11 into A1 plus or minus A2. A1 plus or minus A2. ഇത് നോക്ക്, ഐഡിയ നോക്ക്. 2/11 നമ്മളെ A1 എന്ന് പറയുന്നത് എന്താ? A1 എന്ന് പറയുന്നത് ഗിവൺ ആംഗിൾ. ഇവിടെ ഗിവൺ ആംഗിൾ എത്രയാ? ഇവിടുത്തെ ഗിവൺ ആംഗിൾ എന്ന് പറയുന്നത് 40. A1 എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പർ ഇൻറ്റു 30. എടാ ആ സ്മോളർ നമ്പർ 30 ഐഡിയ ഇത്രയേ ഉള്ളൂ. ലോജിക്കലി ആലോചിച്ചാൽ മതി. 7ന്റെയും 8ന്റെ ഇടയ്ക്കുള്ള ഒരു സമയമാണെങ്കിൽ ഹവർ എന്താ? ഹവർ എന്ന് പറഞ്ഞാൽ 7 അല്ലേ? സോ ഡയറക്ട്ലി 7 into 30. 7 into 30 ഡിഗ്രി പ്ലസ് ഓർ മൈനസ്. A2 എന്ന് പറയുന്നത് ഗിവൺ ആംഗിൾ. ഇവിടെ ആംഗിൾ എത്രയാ? 45. ഇവിടെ നോക്ക്, 2/11. രണ്ട് കേസ്. ഇവിടെ വീണ്ടും രണ്ട് കേസ്. ഏതൊക്കെ രണ്ട് കേസ്? ഒന്ന് 2/11 into 7 into 30 210 പ്ലസ് 45. അടുത്തതോ 2/11 into 210 മൈനസ് 45. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിനിറ്റ് കിട്ടും. ഓക്കെ ആണോ? സോ ഈ കേസിലോ 2/11 into 255. എത്രടാ? 255. സോ ആ കേസിലാണെങ്കിലോ ഓക്കെ, ഈ കേസ് ആണെങ്കിലോ 2/11 into 210 40 പോയി കഴിഞ്ഞാൽ 100 എത്ര വരും? 10 പോയി. ഇനി 35 പോണം. 265. 265 ഡിഗ്രി. സോ ഈ കേസാണ് നമുക്ക് ഉത്തരം എത്ര കിട്ടുക? 265 എന്ന് പറയുമ്പോൾ 11 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? സോ രണ്ട് കേസ്. സോ 255/11. ഓക്കെ അല്ല? 210 55. 210 എത്ര വരും? 75 അല്ലേ വരിക? അല്ലെ? ചെയ്ത് നോക്ക്. 265 മൈനസ് 45. ഓ സോറി 165 അല്ലേ? 265 അല്ലല്ലോ. അതെങ്ങനെ ഇവിടെ ഇരുന്നത്? 165 കേട്ടോ. 165 ഡിഗ്രി. ഇവിടെ വെട്ടിക്കളഞ്ഞ എത്ര വരും? 15 ഡിഗ്രി വരും. സോ 15 into 2 30 ഡിഗ്രി. അപ്പൊ 30 ഡിഗ്രി അല്ല, 30 മിനിറ്റ്. സോ ഒരു കാര്യം മനസ്സിലായി. 7 മണി 30 മിനിറ്റില് 7 മണി 30 മിനിറ്റിൽ എന്ത് നടക്കുന്നുണ്ട്? 7 മണി 30 മിനിറ്റില് 40 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവിടെ വാ. ഇനി ഇവിടുത്തെ കേസോ 255 into 2. 255 into 2 എന്ന് പറയുമ്പോൾ 5 2 10 10 11 510. 510 ഡിവൈഡ് ബൈ 11. 510 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 4 44. 44 ആയില്ലേ? ഇനി 70 വരും. 70 എന്ന് പറയുമ്പോൾ 6 ഇട്ടു. 6 പറയുന്ന 66 4. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇത്ര ചെയ്താൽ മതി. 7 മണി 46 മിനിറ്റ് 4/11 സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ രണ്ട് സമയമാണ് കിട്ടിയത്. ഒന്ന് 7 മണി 30 മിനിറ്റ്. 7 മണി 30 മിനിറ്റിൽ നിങ്ങൾക്ക് 45 ഡിഗ്രി ആംഗിൾ കാണാൻ പറ്റും. അടുത്ത ഞാൻ പറഞ്ഞു ഓവർടേക്ക് ചെയ്തതിന് ശേഷമുള്ള സമയം എത്രയാ? 7 മണി 46 മിനിറ്റ് 4/11 സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? സോ ഇതാണ് ഈ ഐഡിയ. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. 2/11 into A1 plus or minus A2. 2/11 A1 plus or minus A2. ക്ലിയർ ആയോടാ? സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എല്ലാത്തിന്റെയും ആംഗിൾ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ 90 ഡിഗ്രിയോ 180 ഒക്കെ പുട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ 6 into 60/11 അതൊക്കെ മറന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് പുട്ട് ചെയ്താൽ മതി? 2 into A1 plus or minus A2 നോക്കിയാൽ മതി. അപ്പൊ ഗിവൺ ആംഗിളിന്റെ അവിടെ 0 ഡിഗ്രി കൊടുക്കുക, ഗിവൺ ആംഗിളിന്റെ അവിടെ 180 കൊടുക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. സോ അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിന്റെ ബേസ് പഠിപ്പിച്ച് ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തത്. ഓക്കെ ആണോ?
നോർമലി നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ അടുത്ത വഴിയുണ്ട്. അതാണ് 2/11 A1 + or - A2. അതാണ് ടു കാൽക്കുലേറ്റ് അറ്റ് എനി ആംഗിൾ. ഏതൊരു ആംഗിൾ വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യമാണ് മിറർ ഇമേജ്. സോ അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കും, മിറർ ഇമേജ്. സോ ഈ മിറർ ഇമേജ് എന്ന് പറയുന്നത് PSC പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും റെയിൽവേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നോർമലി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സമയം 8:20 വിചാരിക്കും. സമയം 8:20 നമ്മൾ എങ്ങനെ വരയ്ക്കാം? നമ്മൾ വരയ്ക്കുന്നത് ഈ 8:20 എന്ന് പറഞ്ഞ സമയത്തിന് മിറർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 8:20 ആണെങ്കിൽ എങ്ങനെ വരും? 8:20 ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 8ന്റെയും 9ന്റെ ഇടയ്ക്കും 20 എന്ന് പറയുന്നത് 4ന്റെ ഇടയ്ക്കായിരിക്കും മിനിറ്റ് ഹാൻഡ് ഉണ്ടാവുക. സോ ഇത് മിററിന്റെ അടുത്ത് വെച്ചാലോ? മിററിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 12 എന്നുള്ളത് 21 എന്നൊക്കെ ആവും. അതൊന്നും ഞാൻ എഴുതുന്നില്ല. ഞാൻ ഇവിടെ ഹവർ മാത്രം രീതിയിൽ എഴുതരാം. ഇവിടെ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. സോ 11 ഉണ്ടാവും. ഇനി 8:20 എന്നുള്ള സമയം ഇവിടെ ആക്ച്വലി വരച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഹവർ ഹാൻഡ് 8:20 എന്നുള്ളത് ഇവിടെ. ഇനി ആക്ച്വൽ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര സമയം മാറിയിട്ടുണ്ടാവും? 12, 1, 2, 3, 4, 5, 6. നമ്മളെ ശരിക്കുള്ള ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്താൽ 11. ശരിക്കും ഏകദേശം നോക്ക് 3:20 3:20 ഒക്കെ ആയിട്ട് മാറിയില്ലേ? എന്ന് വെച്ചാൽ 3:20 അല്ല 3:40 3:40 ഒക്കെ ആയിട്ട് മാറിയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8:20 എന്നുള്ള സമയം മിററിൽ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സമയമായിട്ട് മാറി? 3:40 ആയിട്ട് മാറി. ഇങ്ങനെ വരച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഇനി എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? മിറർ ഇമേജ് പോയിന്റ് മനസ്സിലായോ? സോ ഇങ്ങനെ വരച്ച് കണ്ടുപിടിച്ചാൽ മതി. ലോജിക്കലി ആലോചിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും അതിന്റെ ആവശ്യമൊന്നുമില്ല. ടൈം അധികം പോവാത്ത രീതിയിൽ എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാം. ക്ലിയർ ആണോ? പോയിന്റ് പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു ഐഡിയ ബേസിക്സ് പറഞ്ഞ മനസ്സിലായോടാ? കമന്റ് ചെയ്ത് യെസ്. സോ എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്ലോക്കിൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്ക്, പോയിന്റ് ശ്രദ്ധിക്ക്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നോർമലി നോക്ക്, തന്നിരിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന സമയം എത്ര ആയിക്കോട്ടെ, അത് ഒന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്ക് 23:60. തന്നിരിക്കുന്ന സമയം ഒന്നെങ്കിൽ നിങ്ങൾ 23:60 അല്ലെങ്കിൽ നിങ്ങൾ 11:60 സബ്ട്രാക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:60 വലിയൊരു വാല്യൂ 12:10 12:15 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സബ്ട്രാക്ട് ചെയ്യുക, 23:60 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്ക് 8:20 സമയം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 11:60 മൈനസ് 8:20 എത്രയാ? 8:20. അപ്പൊ എത്രയാ? 60 - 20 40, 11 - 8 3:40. ഒറ്റയടിക്ക് പരിപാടി ചെയ്യുന്നില്ലേ? സോ ഉത്തരം എന്ന് പറയുന്നത് 3:40 ആണ്. അടുത്തത് 7:15 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11:60 മൈനസ് 7:15 60 - 15 45 17 പോയി കഴിഞ്ഞാൽ എത്ര? 8 4. സോ ഉത്തരം എത്രയാ? 4:45. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോടാ? ജസ്റ്റ് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വരാം 12:30. 12:30 ആണെങ്കിൽ എന്ത് ഉത്തരം വരിക? 12:30. ഫേംബ്ര 12:30 എത്ര ഉത്തരം വരും? വെരി ഗുഡ്. 12:30 ആണെങ്കിൽ കുറയ്ക്കേണ്ട എത്രയാ? 23:60. എത്രയെന്നാണ്? 23:60 23:60 മൈനസ് 23:60 എത്ര കുറയ്ക്കണം? നമ്മൾ എത്രയാ? 12:30 അല്ലേ? 12:30 60 - 30 30 23 - 12 11. ഉത്തരം എത്രയാ? 11:30. ഓക്കെ അല്ലേടാ? അടുത്തത് 17:30. ഇതേപോലെ റെയിൽവേ ടൈം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 23:60 കുറച്ചാൽ മതി. എത്രയാ? 17:30. സോ 60 - 30 30. 17 എത്ര വരും? 3 6 6:30. ഓക്കെ ആണോ? സോ 6:30. സോ ഉത്തരം എന്ന് പറയുന്നത് 6:30.
അടുത്ത 11 മണിയാണെങ്കിലോ 11 മണിയാണെങ്കിൽ ഇത് അങ്ങ് കുറയ്ക്കുക 11:60 കുറയ്ക്കുക 11 മണി കുറച്ച് എത്ര വരും സോ 16 0 പോയി കഴിഞ്ഞാൽ 0 11 - 0 സോറി ഇവിടെ 60 വരും 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 60 12 മണി കഴിഞ്ഞാൽ 1 മണി ഓക്കെ ആണോ 1 o'clock 1 o'clock ക്ലിയർ ആണോ പോയിന്റ് ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ നമ്പർ 5 മനസ്സിലായോ ക്വസ്റ്റ്യൻ നമ്പർ 5 മനസ്സിലായോ അതാണ് കുറച്ചും കൂടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും 1 മണി ക്ലിയർ ആണോ സോ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 12 മണി കഴിഞ്ഞിട്ട് 60 മിനിറ്റ് 12 മിനിറ്റ് 60 മിനിറ്റ് ആയ എത്രയാ 1 മണി ഓക്കെ ആണോ ഓക്കെ ക്ലിയർ സോ 4:54 അതേപോലെ തന്നെ 11:60 മൈനസ് 4:54 4:54 അപ്പൊ വരും 60 - 54 6 വരും 11 മൈനസ് എത്ര 11 - 4 അല്ലേ എത്ര വരും 6 7 മണി 6 മിനിറ്റ് എത്രയാ 7 മണി 6 മിനിറ്റ് ക്ലിയർ ആണോ 7 മണി 6 മിനിറ്റ് സെറ്റ് അല്ലേ 7 മണി 6 മിനിറ്റ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ ആംഗിൾ കാണാനാണ് 2:21 2 മണി ശ്രദ്ധിക്കടാ 2 മണി 21 മിനിറ്റ് 2 മണി 21 മിനിറ്റ് 9/11 9/11 മിനിറ്റിന്റെയാണ് ചോദിച്ചത് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയെന്ന് ഓർക്കുക നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെയാണ് 11:60 സബ്ട്രാക്ട് ചെയ്യുക 11:60 മൈനസ് 2 മണി 21 മിനിറ്റ് 9/11 ഇതേപോലെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം എന്നാണ് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഈ ഫ്രാക്ഷൻ നോക്കുക 9/11 അല്ലേ ആ 11 9 അങ്ങ് കുറയ്ക്ക് 11 9 കുറച്ചിട്ട് ആ ഫ്രാക്ഷൻ അങ്ങനെ എഴുതുക ഡിനോമിനേറ്ററിന് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്തിട്ട് അത് അങ്ങ് എഴുതി വെച്ചാൽ മതി ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക 11 - 9 എത്രയാ 2/11 ഓക്കെ ആണോ ഇനി എന്ത് ചെയ്യുക ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 11 9 കുറച്ചിട്ട് നിങ്ങൾ ഡിനോമിനേറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇവിടെയുള്ള 21ന്റെ വാല്യൂ നിങ്ങൾ എന്താക്കി മാറ്റണം 22 ആക്കി മാറ്റുക 21ന്റെ വാല്യൂ എന്താക്കി മാറ്റുക 22 ആക്കി മാറ്റുക ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എന്താ ആദ്യം ചെയ്യണം ഡിനോമിനേറ്ററിന് ന്യൂമറേറ്റർ കുറച്ചിട്ട് വേണം ഇവിടെ ആദ്യം എഴുതണം ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 9/11 2/11 ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താ ഇവിടെ കുറയ്ക്കാനുള്ള 21 ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതുക 21 ഉള്ളത് 22 ആക്കുക 60 22 കുറയ്ക്കടാ 60 22 കുറച്ച് എത്ര കിട്ടും 38 കിട്ടും ശരിയാണോ 8 2 10 60 ഇനി എന്ത് ചെയ്യുക 11 - 2 9 9:38 2/11 9 മണി 38 മിനിറ്റ് 2/11 ആണ് ഉത്തരം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായോ മെത്തേഡ് മനസ്സിലായോ ഇത് ഓൾറെഡി ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 23 ചെയ്യുന്നത് ഏത് വരെയാണ് 23 ചെയ്യുന്നതോ എടാ മനസ്സിലായില്ല ഒന്നുകൂടെ ചോദിക്കും സോ ഓക്കെ ആണോ 9 മണി 38 മിനിറ്റ് 2/11 ആണ് ഓക്കെ ആണോ ക്ലിയർ ആണോടാ സോ ഈ ഒരു മെത്തേഡ് അറിഞ്ഞു വെക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഇത് ചെയ്യും ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യും ക്വസ്റ്റ്യൻ നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 8 ഓക്കെ അതാണോ ചോദിച്ചത് 23 ഹവർ വെച്ച് ചെയ്യുന്നത് 12 മണിക്ക് മുകളിലുള്ള സമയമാണ് എടാ 12:15 ഇപ്പൊ ഞാനിവിടെ നോക്കും 12:30 ഈ 12:30 ഒന്നും നിനക്ക് എന്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല 11:60 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും നോക്ക് 11:60 മൈനസ് 12:30 ഇവിടെ നീ 30 ചെയ്തു ഈ 11 12 കുറച്ച് നീ എന്ത് എഴുതും മനസ്സിലായോ അങ്ങനെ സാഹചര്യത്തിൽ വെറുതെ കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ളതുകൊണ്ടാണ് 11:60 മുകളിലുള്ള വാല്യൂ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക 23:60 വാല്യൂ പ്രത്യേകിച്ച് മാറുന്നില്ലല്ലോ 12 മണി എന്ന് പറഞ്ഞാലും ഇപ്പൊ 11:60 എന്താ 12 മണി 23:60 എന്താ 24 മണി രണ്ടും പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ആണോ പോയിന്റ് ഓക്കെ ആണോടാ അശ്വിനെ മനസ്സിലായോ ആകാശ് അശ്വിന് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കടാ ന്യൂമറേറ്റർ കുറച്ചു അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ 22 ആക്കിയത് ഓക്കെ ആണോ പോയിന്റ് ഓക്കെ ആണോ അക്ഷയ് 22 അവിടെ നിന്ന് വന്നത് അവിടെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ കേസ് നോക്ക് നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 8ാമത്തേതാണ് 6:38 2/11 അപ്പൊ എന്ത് ചെയ്യണം 11:60 വീണ്ടും എഴുതുന്നു 11:60 ഇവിടെ നിന്ന് ആർക്കെങ്കിലും നേരത്തെ മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിക്കും 11:60 സബ്ട്രാക്ട് ചെയ്യണത് ഏതാ 6 മണി 38 മിനിറ്റ് 2/11 അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ 2/11 മാറ്റി എഴുതിയാൽ മതി 2/11 മാറ്റി എഴുതി കഴിഞ്ഞാൽ 11 - 2 9/11 ഇനി 38 എന്നുള്ള വാല്യൂ എത്രയാക്കി മാറണം 39 ആക്കി മാറണം ഇനി ചെയ്താലോ 10 9 പോയി കഴിഞ്ഞാൽ 1 5 3 പോയി കഴിഞ്ഞാൽ 2 21 ശരിയാണോ സോ 11 - 6 5 5 മണി 21 മിനിറ്റ് 9/11 സെക്കൻഡിനാണ് എന്ത് നടക്കുന്നത് സോറി മിറർ ഇമേജ് ആയിട്ട് വരിക ഓക്കെ ആണോ മനസ്സിലായോ സെറ്റ് ആണോ ക്ലിയർ ആണോടാ സോ ഇതാണ് മിറർ ഇമേജ് കോൺസെപ്റ്റ് ഓക്കെ നെക്സ്റ്റ് വാട്ടർ ഇമേജ് എന്താന്ന് പഠിപ്പിച്ചു തരാം ഓക്കെ ക്ലിയർ ആണോടാ ക്ലിയർ സെറ്റ് ആണല്ലോ
ഓക്കെ, അങ്ങനെയാണ് അടുത്ത് നോക്കുക വാട്ടർ ഇമേജ്. എങ്ങനെയാണ് വാട്ടർ ഇമേജിന്റെ കേസിൽ ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. തന്നിരിക്കുന്ന സമയം വാട്ടർ ഇമേജിന്റെ കേസിലാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ തന്നിരിക്കേണ്ട ചോദിച്ച ചോദ്യങ്ങൾ 18:30. ഏതിലാടാ? 18:30 കേട്ടോ. 18:30 അല്ലെങ്കിൽ 18:30 അല്ലെങ്കിൽ 17:90 സബ്ട്രാക്ട് ചെയ്യുക. എത്രയാണ്? 17:90. എങ്ങനെയാണ് ഈ 18:30 17:90 ആയതെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഇവിടെ 1:30 ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? 18:30 സബ്ട്രാക്ട് ചെയ്താൽ മതി. 18:30 ശ്രദ്ധിക്കും. 18:30 മൈനസ് 1:30. 1:30 അപ്പൊ എന്ത് ഉത്തരം കിട്ടും? 30 - 30 0. 18 - 1 17. 17 മണി എന്ന് പറയുന്നത് എത്രയാ? 17 മണി എന്ന് പറയുന്നത് 5:30 വരും സമയം. എത്ര വരും? 5 മണി. 5 മണി. എത്ര ഉത്തരം വരിക? 5 മണി. ഓക്കെ ആണോ? 5 o'clock. പക്ഷെ ചോദ്യം എവിടെ ബുദ്ധിമുട്ടായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ 1:30 എന്നുള്ള സമയം 1:45 ആണെന്ന് വിചാരിക്കും. 1:45 മിറർ ഇമേജ് കാണണം. സോ 1:40 മിറർ ഇമേജ് കാണണം. സ്വാഭാവികമായിട്ടും ഈ 30 എന്നുള്ളത് 30 45 കുറയ്ക്കാൻ കഷ്ടപ്പാടല്ലേ? 30 45 കുറയ്ക്കാൻ കഷ്ടപ്പാടല്ലേ? അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ 30നേക്കാളും വലിയ മിനിറ്റ് ആണ് താഴെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 18:30 1 മണിക്കൂർ എടുത്തു. ഇവിടെ 1 മണിക്കൂർ എടുത്ത ഇവിടെ 17 ആയില്ലേ? ഈ 1 മണിക്കൂർ 60 മിനിറ്റ് എടുത്ത് 30 കൊടുത്ത എത്രയായി? 17:90. വാല്യൂ മാറ്റമില്ല. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? 18:30 അഥവാ 17:90 സബ്ട്രാക്ട് ചെയ്തത്. മനസ്സിലായോ? പറഞ്ഞ കണ്ടന്റ് മനസ്സിലായോ? ക്ലിയർ ആണോടാ? തന്നിരിക്കുന്ന സമയം 45 കൂടുതലാണെങ്കിൽ, 30 കൂടുതലാണെങ്കിൽ മിനിറ്റിന്ന് ഈ 18:30 1 മണിക്കൂർ എടുത്ത് 30ലേക്ക് കൊടുക്കുക. അപ്പൊ 18 എന്നുള്ളത് 17 ആവും, 30 എന്നുള്ളത് 30 + 60 90 ആവും. 17:90 സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ 8:20. 8:20 സമയം നോക്ക്. 8:20 ആണെങ്കിൽ 17:90. 18:30 കുറച്ചാൽ മതി. 18:30 മൈനസ് 8:20. അങ്ങനെയാണ് എത്ര വരും? 10:10 വരും. സോ 8:20 സമയം എത്രയാണ്? 10:10. ഇനി 5 മണിയാണെങ്കിലോ? 5 മണിയാണെങ്കിൽ 18:30 മൈനസ് 5 മണി. 5 മണി. അപ്പൊ എത്ര വരും? 30 30 ആവും. 18 - 5 എന്ന് പറയുന്നത് 13 ആണ്. 13 എന്ന് പറയുന്നത് എത്രയാ? 1:30. ഓക്കെ അല്ലെ? സോ 1 മണിയുടെ മിറർ ഇമേജ് വാട്ടർ ഇമേജ് 5 മണിയും 5 മണിയുടെ മിറർ ഇമേജ് എത്രയാ? 1:30 ഓക്കെ ആണോ? സോ അടുത്ത 12 മണി. 12 മണിയാണെങ്കിലോ 18:30 കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. അടുത്തത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇപ്പൊ അടുത്തതും 17:45 ആണെങ്കിൽ എത്രയെന്ന് കുറയ്ക്കുക? 17:90 കുറയ്ക്കുക. ഓക്കെ. സോ ബാക്കി എത്ര? 45 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ്. വെറും 12 മണി 45 മിനിറ്റ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ ആണോ? സോ വാട്ടർ ഇമേജ് ഈസ് നോട്ട് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഐഡിയ മാത്രം ആലോചിച്ച് വെക്കുക. ഒന്നെങ്കിൽ 18:30 അല്ലെങ്കിൽ 17:90. ഓക്കെ ആണോ? സോ ഇത്രയാണ് ഇന്നത്തെ കണ്ടന്റ് വൈസ് പറയുന്നത്. സോ ഇത്രയും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഒന്ന് ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ്. ഇത് ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കുറച്ച് ആംഗിൾ കോയിൻസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ കോയിൻസൈഡ് ചെയ്യുന്ന ആംഗിൾ, അതേപോലെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിൾ, പിന്നെന്താ ഏതൊരു ആംഗിൾ വന്നാലും സമയം കണ്ടുപിടിക്കാനുള്ള ഐഡിയ 2/11 × A1 + or - A2. സോ ആ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിറർ ഇമേജ്, വാട്ടർ ഇമേജ്. മിറർ ഇമേജ് ആണെങ്കിൽ തന്നിരിക്കുന്ന സമയം 23:60 അല്ലെങ്കിൽ 11:60 സബ്ട്രാക്ട് ചെയ്യുക. മറ്റേതാണെങ്കിൽ 18:30 അല്ലെങ്കിൽ 17:90 സബ്ട്രാക്ട് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ കണ്ടന്റ്. 17:90 ഒന്ന് പറഞ്ഞേ. എടാ നോർമലി 18:30 എന്നുള്ളത് 30നേക്കാളും വലിയ നമ്പർ മിനിറ്റ് ആണ് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 30 ഇപ്പൊ 45 ഒക്കെ കുറയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് പാടാവുന്നതുകൊണ്ട് 18:30 17 എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പൊ 17:90 ആയി അല്ലേ? 18 എന്നുള്ളത് 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ 17 ആയി. ഈ 60 മിനിറ്റ് എടുത്ത് അങ്ങോട്ട് കൊടുത്താലോ? 30 + 60 90 ആയി. അതാണ് 17:90. ഓക്കെ അക്ഷയ്? സോ ഇത്രയാണ് ഇന്നത്തെ കണ്ടന്റ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആയിരുന്നോ? സെറ്റ് ആണോ? ക്ലിയർ ആണോടാ? എല്ലാവരും ഓക്കെ ആണോ? സെറ്റ് ആണോ? അതെ, 45 എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞിട്ട് 45 മിനിറ്റ് അല്ലേ? 12:45 അല്ലേ ആരതി? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലേ? വിഷ്ണുപ്രിയ, അഞ്ജന, സിനി, ഇഷാഖി, ആരതി. ഓക്കെ സാർ, സെറ്റ് ആണ്. സെറ്റ് സാർ, യൂസ്ഫുൾ ആയിരുന്നു. ക്ലിയർ. ഓക്കെ ആണല്ലേ? ഓക്കെ, സെറ്റ്. അപ്പം എന്തായാലും ക്ലാസ് ഇങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതാവുക. ഓരോ ചാപ്റ്റർ ഏതൊരു ടോപ്പിക് എടുത്താലും നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്, ക്ലാസ് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പറ്റും. സോ ആ ഒരു ശുഭാപ്തിശ്വാസം എനിക്കുണ്ട്, ക്ലാസ് എടുക്കുന്നത് എനിക്കുണ്ട്. സോ ക്ലാസ് കാണുന്നത് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സസ് മൊത്തം താങ്ക് യു നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇന്ന് കുറെ ന്യൂ കാര്യമാണ് പഠിച്ചത്. ഓക്കെ ആരതി? യെസ് എ വെരി ഇൻഫോർമേറ്റീവ് ക്ലാസ്, സൂപ്പർ ക്ലാസ്, വെരി യൂസ്ഫുൾ. ഓക്കെ, സെറ്റ്. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇനി വീണ്ടും കാണാം. അതുവരെ മോക്കുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കാം. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് ആയിട്ട് കാണാം. ബൈ.